ക്രമസമാധാന ചുമതലക്കാരൻ ചോദ്യങ്ങൾക്ക് നടുവിൽ. പി.വി. അൻവറിന്റെ പരാതിയിൽ DGPയുടെ ചോദ്യങ്ങൾക്ക് മുന്നിൽ ADGP പോലീസ് ആസ്ഥാനത്ത് വിളിച്ചു വരുത്തിയാണ് DGP ഷെയ്ഖ് ദർവേഷ് സാഹിബ് ADGP MR അജിത് കുമാറിന്റെ മൊഴി രേഖപ്പെടുത്തുന്നത്. അന്വേഷണ സംഘത്തിലെ മറ്റുദ്യോഗസ്ഥർ DGP ഓഫീസിലുണ്ട്. തിരുവനന്തപുരത്ത് അജീഷ് ജയകുമാർ വിവരങ്ങളുമായി ചേരുന്നു. അജീഷ്, ഇപ്പോൾ കുറച്ച് മണിക്കൂറുകളാകുന്നു. എനിക്ക് തോന്നുന്നു കേരള ചരിത്രത്തിൽ ആദ്യമായി തന്നെയാകണം പോലീസിലെ രണ്ടാമൻ പോലീസിലെ DGPക്ക് മുന്നിലിരുന്ന് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടി നൽകുന്നതും ഏത് പദവി വഹിച്ചിരുന്നോ അതേ പദവിയിൽ ഇരുന്നു കൊണ്ട്. അജീഷ്. ഹാഷ്മി, നമ്മൾ കേരള ചരിത്രത്തിൽ ഇതുവരെയ്ക്കും കേട്ടിട്ടില്ലാത്തൊരു സംഭവമാണ്. ലോ ആൻഡ് ഓർഡർ ADGP DGPക്ക് മുന്നിൽ ഒരു ചോദ്യം ചെയ്യൽ, അതൊരു മൊഴിയെടുപ്പ് രൂപത്തിൽ ഹാജരാകുന്നത്. എന്തായാലും PV അൻവറിന്റെ ഉന്നയിച്ച എഴുതി നൽകിയ പരാതിയിലാണ് ഇപ്പോൾ ഈ മൊഴിയെടുപ്പ് നടക്കുന്നത്. പ്രധാനമായും 4 കാര്യങ്ങളായിരുന്നു PV അൻവർ അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് കത്ത് നൽകിയിരുന്നത്. ഒന്ന്, മലപ്പുറത്തെ മാമി തിരോധാനവുമായി ബന്ധപ്പെട്ട കേസാണ്. അതിനുശേഷം ഈ MR അജിത് കുമാറിന്റെ അനധികൃത സ്വത്ത് സമ്പാദനത്തിലെ കുറിച്ചുള്ള ആരോപണം, കവടിയാറിലെ വീട്, അതേപോലെ തന്നെ അധികൃത സ്വത്ത് സമ്പാദനം, ബന്ധുക്കൾ ബിനാമി വഴി സമ്പാദിച്ചെന്ന് ആരോപിക്കുന്ന സ്വത്തുക്കൾ, ഇതിനെക്കുറിച്ച് അന്വേഷിക്കണമെന്ന് ആരോപിച്ചിരുന്ന കാര്യം. മറ്റൊന്ന്, മലപ്പുറത്ത് ഒരു ASCയുടെ മരണവുമായി ബന്ധപ്പെട്ട്, അത് സുയിദാസിനെതിരെ ആയിരുന്നു ആരോപണം. പക്ഷേ ADGPക്ക് പരാതി നൽകിയിട്ടും തുടർ നടപടികളൊന്നും ഉണ്ടായില്ലെന്ന് PV അൻവർ ആരോപിക്കുന്നു. അതിലും അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ട് PV അൻവർ കത്ത് നൽകിയിരുന്നു. മറ്റൊന്ന്, ഈ മലപ്പുറത്തെ കരിപ്പൂർ വിമാനത്താവളം വഴിയുള്ള സ്വർണ്ണക്കടത്ത് കേസുകളാണ്. അതിലും ഈ ADGP അജിത് കുമാറിന്റെ പങ്കുണ്ടെന്ന് PV അൻവർ ആരോപിച്ചിരുന്നു. ഇത്തരത്തിൽ 4 കേസുകളാണ്, 4 പരാതികളാണ് ഈ പ്രത്യേക അന്വേഷണ സംഘം പരിഗണിക്കുന്നത്. എന്തായാലും 10:30 ADGP പോലീസ് ആസ്ഥാനത്ത് എത്തിയിരുന്നു. അദ്ദേഹം ചില നിബന്ധനകൾ DGPക്ക് മുന്നിൽ വച്ചിരുന്നു. കാരണം ചോദ്യം ചെയ്യുന്നത് തൻ്റെ കീഴുദ്യോഗസ്ഥരാകരുത് എന്നൊരു നിബന്ധനയായിരുന്നു പ്രധാനപ്പെട്ടത്. ഒന്ന് ഒരു IG-യും ഒന്നൊരു DIG-യുമാണ്. IG സ്പർജൻ കുമാറും DIG തോംസൺ ജോസുമാണ് പ്രധാനമായി ഉന്നതതല സംഘത്തിലുള്ള അന്വേഷണ ഉദ്യോഗസ്ഥർ. ഇവർ 2 പേരും ADGPക്ക് കീഴുദ്യോഗസ്ഥരാണ്. പ്രധാനമായും DGP തന്നെ ചോദ്യങ്ങൾ ചോദിക്കണമെന്നാണ് ADGP ആവശ്യപ്പെട്ടിരുന്നു. അതനുസരിച്ചിട്ട് DGPയാണ് ചോദ്യങ്ങൾ തയ്യാറാക്കി ചോദിക്കുന്നത്. അതിന് തൊട്ട് മുൻപേ തന്നെ ഈ 2 അന്വേഷണ ഉദ്യോഗസ്ഥർ, അതായത് DIG-യും IG-യും ഈ പോലീസ് ആസ്ഥാനത്തെത്തി ഇതുവരെയുള്ള അന്വേഷണത്തിന്റെ വിവരങ്ങൾ DGPയെ ധരിപ്പിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് DGP ADGPയോട് ചോദ്യങ്ങൾ ചോദിക്കുന്നത്. എന്തായാലും ഇതിനുശേഷം ADGP നൽകിയ പരാതിയിലും ADGPയുടെ മൊഴി അന്വേഷണ സംഘം DGP രേഖപ്പെടുത്തും. അതും ഉടൻ തന്നെ ഉണ്ടാകും. എന്തായാലും ഈ സമാന്തരമായി 2 കേസിന്റെയും മൊഴിയെടുപ്പാണ് ഇപ്പോൾ പോലീസ് ആസ്ഥാനത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ADGPയുടെ ഈ അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ അത് DGP വിജിലൻസ് അന്വേഷണത്തിന് ശുപാർശ ചെയ്ത് മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് വിട്ടിട്ടുണ്ടെന്നാണ്. ഇനി മുഖ്യമന്ത്രിയാണ് ഇതിൽ അന്തിമ തീർപ്പ് കൽപ്പിക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ ഒരു ലോ ആൻഡ് ഓർഡർ ADGPക്കെതിരെ സംസ്ഥാന പോലീസിലെ 2 DGPമാർ ഒരേ സമയം അന്വേഷണം നടത്തുമെന്നൊരു പ്രത്യേകതയും ഉണ്ടാവും. ഒന്ന്, ഷെയ്ഖ് ദർവേഷ് സാഹിബ് ഇപ്പോൾ നടത്തുന്ന അന്വേഷണ സംഘത്തിൻ്റെ തലവനാണ്. മറ്റൊന്ന്, വിജിലൻസ് കേസ് കൂടി വരികയാണെങ്കിൽ യോഗേഷ് ഗുപ്ത നേതൃത്വത്തിലുള്ള വിജിലൻസിൻ്റെ ഒരു കേസ് കൂടി ADGPക്കെതിരെ വരും. എന്തായാലും നിർണായകമായ മൊഴിയെടുപ്പും ചോദ്യം ചെയ്യലുമാണ് പോലീസ് ആസ്ഥാനത്ത് ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നത്. അജീഷ് ജയകുമാറാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. ചോദ്യങ്ങൾക്ക് നടുവിലിരിക്കുകയാണ് ADGP. ചോദ്യങ്ങളോട് സഹകരിക്കുന്നുണ്ടോ എന്നൊക്കെ നമ്മൾ സാധാരണ കേസുകൾ ചോദിക്കാറുണ്ട്. ഇതിപ്പോൾ സാധാരണ കേസല്ല. ക്രമസമാധാന ചുമതലയുള്ള ADGPയെ DGP അവിടെ ചോദ്യം ചെയ്യലാണ്. ADGP MR അജിത് കുമാറിനെ സംരക്ഷിക്കുന്ന മുഖ്യമന്ത്രിയെ വിട്ടിലാക്കി DGPയുടെ പുതിയ നീക്കം. ADGPക്കെതിരെ PV അൻവർ ഉന്നയിച്ച അനധികൃത സ്വത്ത് സമ്പാദന ആരോപണം വിജിലൻസ് അന്വേഷിക്കണമെന്ന് DGP മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെട്ടു. വിശ്വസ്തനായ അജിത് കുമാറിനെതിരെ വിജിലൻസ് അന്വേഷണത്തിന് പിണറായി വിജയൻ ഉത്തരവിടുമോ എന്നാണ് ഇനി അറിയാനുള്ളത്. കവടിയാറിലെ ആഡംബര വസതി, സ്വർണ്ണക്കടത്ത് സംഘവുമായുള്ള ബന്ധം, ഭാര്യയുടെ സഹോദരനെ ബിനാമിയാക്കിയുള്ള കള്ളക്കടത്തിടപാട്, ഈ 3 സാമ്പത്തിക ആരോപണങ്ങളാണ് PV അൻവറിന്റെ പരാതിയിലുള്ളത്. നിലവിലെ അന്വേഷണ സംഘത്തിന് സാമ്പത്തിക ഇടപാടുകൾ പരിശോധിക്കാനാകില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് സംസ്ഥാന പോലീസ് മേധാവി ADGP MR അജിത് കുമാറിനെതിരെ വിജിലൻസ് അന്വേഷണം ശുപാർശ ചെയ്തത്. ശുപാർശ മുന്നിലെത്തിയതോടെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ തീരുമാനം നിർണായകമാകും. കവടിയാറിൽ ഭൂമി വാങ്ങിയതടക്കമുള്ള കാര്യങ്ങൾ മുഖ്യമന്ത്രിയെ നേരത്തെ അജിത് കുമാർ ധരിപ്പിച്ചിരുന്നു. വിജിലൻസ് അന്വേഷണം വേണമെന്ന് രേഖാമൂലം DGP ആവശ്യപ്പെട്ടതോടെ അടഞ്ഞ അധ്യായമെന്ന് കരുതിയ അജിത് കുമാറിന്റെ സ്വത്ത് സമ്പാദനം ഇനി അന്വേഷിക്കേണ്ടി വരും. ഇല്ലെങ്കിൽ ADGPയെ പരിധി വിട്ട് സംരക്ഷിക്കുന്നുവെന്ന പ്രതിപക്ഷത്തിന്റെ ആരോപണത്തിന് ഒരു തെളിവ് കൂടിയാകും. നിലവിൽ ADGPക്കെതിരെ നടക്കുന്ന അന്വേഷണത്തിന് പുറമെ വിജിലൻസ് അന്വേഷണത്തിന് അനുമതി നൽകിയാൽ PV അൻവർ സംസ്ഥാന പോലീസിലെ രണ്ടാമനെതിരെ ഉന്നയിച്ച ആരോപണങ്ങൾക്ക് മുഖ്യമന്ത്രി വീണ്ടും സാധൂകരണം നൽകും. ADGPയുടെ മൊഴിയെടുക്കുന്ന സമയത്ത് തന്നെ നിലമ്പൂർ MLA തിരുവനന്തപുരത്ത് നേരിട്ടെത്തിയതും ചിലത് കണക്കുകൂട്ടിയാണ്. LDF യോഗത്തിൽ CPIയും RJDയും അടക്കമുള്ള പ്രമുഖ ഘടകകക്ഷികൾ ആവശ്യപ്പെട്ടിട്ടും
ADGP അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് നീക്കാൻ പോലും തയ്യാറാകാത്ത മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്റെ വിശ്വസ്തനായ ഉദ്യോഗസ്ഥനെതിരെ വിജിലൻസ് അന്വേഷണം പ്രഖ്യാപിക്കുമോ എന്നതിലാണ് ഇനി ആകാംക്ഷ. പൊളിറ്റിക്കൽ ഡെസ്ക് 24. ADGP MR അജിത് കുമാറിനെതിരെയുള്ള അന്വേഷണം അനന്തമായി നീണ്ടുപോകരുതെന്ന് മുഖ്യമന്ത്രിക്ക് CPIയുടെ അന്ത്യശാസനം. ADGPക്കെതിരെ നടപടി വേണമെന്ന CPI നിലപാടിൽ മാറ്റമില്ലെന്നും സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം വ്യക്തമാക്കി. LDF ഒറ്റക്കെട്ടായി എടുത്ത തീരുമാനമെന്ന CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ പ്രതികരണത്തിന് പിന്നാലെയാണ് CPI നിലപാട് ആവർത്തിച്ചത്. CPIക്കാൾ സ്വാധീനം RSSനാണെന്ന് പ്രതിപക്ഷം പരിഹസിക്കുകയും ചെയ്യുന്നു. LDF യോഗത്തിന് ശേഷം ഘടകകക്ഷികൾ നേരിട്ട പരിഹാസം. മുഖ്യമന്ത്രിയുടെ തീരുമാനത്തിന് മുന്നിൽ ഘടകകക്ഷികൾ വഴങ്ങിയെന്നായിരുന്നു വിലയിരുത്തൽ. LDF തീരുമാനം ഒറ്റക്കെട്ടാണെന്ന് ഡൽഹിയിൽ CPM സംസ്ഥാന സെക്രട്ടറിയുടെ അവകാശവാദം. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഒറ്റക്കെട്ടായിട്ടുള്ള നിലപാടാണ് സ്വീകരിച്ചത്. തൊട്ടു പിന്നാലെ മുഖ്യമന്ത്രിക്ക് മുന്നറിയിപ്പുമായി CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. നിലപാടിൽ മാറ്റമില്ലെന്നും CPI. ഗവൺമെന്റിന് നീങ്ങേണ്ടത് ആ വഴിക്ക് തന്നെയാണ്. അതുകൊണ്ട് അല്പം കൂടെ സമയം വേണമെങ്കിൽ സമയം എടുക്കട്ടെ. പക്ഷെ നിലപാട് തന്നെയായിട്ട് ഒരു മാറ്റമില്ല. DGPക്കെതിരെ നടപടി ഉണ്ടാകുമോ എന്ന ചോദ്യത്തിന് രൂക്ഷമായ നോട്ടമായിരുന്നു മുഖ്യമന്ത്രിയുടെ മറുപടി. LDF യോഗത്തിൽ ഘടകകക്ഷികളെ അടിച്ചിരുത്തിയെന്ന വിമർശനം ശക്തമാക്കുകയാണ് പ്രതിപക്ഷം. ദശാബ്ദങ്ങളുടെ ബന്ധമാണ് LDFിലെ ഘടകകക്ഷികൾക്ക് CPMമായിട്ടുള്ളത്. അവരൊന്നും പറയുന്നതിനോ അവരുടെ ആവശ്യങ്ങൾക്കോ ഒരു വിലയില്ല. LDFിലെ ഘടകകക്ഷികൾ എന്തൊക്കെയാ പറഞ്ഞു കൂട്ടിയത്, അതൊക്കെ സാഹിബിനെ കാണുമ്പോൾ കവാത്ത് മറക്കുകയാണ്. ഇതോടെ ADGPക്കെതിരെ DGP നടത്തുന്ന അന്വേഷണ റിപ്പോർട്ട് LDFിലും പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്നുറപ്പ്. 24 തിരുവനന്തപുരം. ഇപ്പോൾ വരുന്നൊരു വാർത്ത, അമ്മ പിളർപ്പിലേക്ക്, താരസംഘടന അമ്മ പിളർപ്പിലേക്ക് എന്നൊരു സൂചന വരുന്നുണ്ട്. അതിന് കാരണം താരങ്ങൾ ഫെഫ്കയെ സമീപിച്ചതാണ്. 20ഓളം താരങ്ങൾ ട്രേഡ് യൂണിയൻ രൂപീകരിക്കാൻ ഫെഫ്കയെ സമീപിച്ചു എന്നൊരു വാർത്ത ഈ മണിക്കൂറിൽ വരുന്നു. എസ് ശ്രീകാന്ത് ആ വാർത്തയുടെ വിവരങ്ങൾ വച്ചിരുന്നു. ശ്രീകാന്ത്, 20ഓളം താരങ്ങളിൽ പ്രധാനപ്പെട്ട താരങ്ങൾ ആരൊക്കെയാണ്? ട്രേഡ് യൂണിയൻ രൂപീകരിക്കാൻ സമീപിക്കേണ്ടത് ഫെഫ്കയാണോ ശ്രീകാന്ത്? ഈ സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട ഏതാണ്ട് 21 ട്രേഡ് യൂണിയനുകൾ ഈ ഫെഫ്കയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നുണ്ട്. സമാനമായ രീതിയിൽ യൂണിയൻ ഉണ്ടാക്കുന്നതിന് വേണ്ടി അമ്മയിലെ 20ലേറെ അംഗങ്ങൾ തങ്ങളെ സമീപിച്ചു എന്ന് സ്ഥിരീകരിക്കുന്നുണ്ട് ഫെഫ്ക ജനറൽ സെക്രട്ടറി B ഉണ്ണികൃഷ്ണൻ. അമ്മ പിളർപ്പിലേക്ക് എന്ന സൂചന തന്നെയാണ് ഇത് നൽകുന്നത്. ട്രേഡ് യൂണിയൻ ഉണ്ടാക്കി ഫെഫ്കയ്ക്കൊപ്പം നിൽക്കാൻ ഒരുപക്ഷെ അവരുടെ ഭാഗത്തുനിന്ന് നീക്കം നടക്കുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. ജനറൽ കൗൺസിലിന്റെ അംഗീകാരം കൂടി കിട്ടിയാൽ സ്വാഭാവികമായിട്ട്, അതായത് ഫെഫ്ക ജനറൽ കൗൺസിലിന്റെ അംഗീകാരം കൂടി കിട്ടിയാൽ സ്വാഭാവികമായിട്ടും അമ്മ പൂർണ്ണമായും പിളർപ്പിലേക്ക് പോയി പുതിയൊരു സംഘടന രൂപീകരിക്കും എന്നുള്ളതായിരിക്കും സ്വാഭാവികമായും ഉണ്ടാവുക. ട്രേഡ് യൂണിയൻ ഉണ്ടാക്കാനാണ് ഇപ്പോൾ നീക്കം നടക്കുന്നത്. 20 അംഗങ്ങൾ ഫെഫ്കയെ സമീപിച്ചിട്ടുണ്ട് എന്നുള്ള വിവരവും ഇപ്പോൾ പുറത്തുവരുന്നു. 20ഓളം അംഗങ്ങളാണ് ഈ ആവശ്യം ഉന്നയിച്ചിട്ടുള്ളത്. ഒപ്പം ഒരു സംഘടന പോലെ ഉണ്ടാക്കി അത് ജനറൽ കൗൺസിലിന് മുന്നിൽ അംഗീകാരത്തിനായി സമർപ്പിച്ച് ആ അംഗീകാരം കിട്ടിയതിന് ശേഷമായിരിക്കും ഈ പുതിയൊരു യൂണിയനെ അംഗീകരിക്കുക, അഭിനേതാക്കളുടെ ഒരു സംഘടനയെ അംഗീകരിക്കുക ട്രേഡ് യൂണിയൻ എന്ന നിലയിൽ. അതിന് ഫെഫ്ക തയ്യാറാണ് എന്ന തരത്തിലുള്ള സൂചനകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. അത് B ഉണ്ണികൃഷ്ണനും സ്ഥിരീകരിക്കുകയും ചെയ്യുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അമ്മ പിരിച്ചുവിട്ടതിന് ശേഷം നിലവിൽ നടക്കുന്ന ഏറ്റവും പുതിയ നീക്കമാണ്. നേരത്തെ തന്നെ ഈ പിരിച്ചുവിടൽ തീരുമാനത്തിനെതിരെ ചില അംഗങ്ങൾ രംഗത്ത് വന്നിരുന്നു. ആ വിഷയം മുന്നിൽ നിൽക്കെയാണ്, ആ പ്രശ്നം നിൽക്കെയാണ് പുതിയ നീക്കം നടക്കുന്നത്. അല്ല ശ്രീകാന്ത്, ആ അംഗങ്ങൾ എന്ന് പറഞ്ഞാൽ പിരിച്ചുവിടലിനെതിരെ അപ്പോൾ അതിനോട് അനുകൂലിക്കുകയും പിന്നീട് തങ്ങളുടെ സ്വമേധയാ ഏകണ്ഠമായ തീരുമാനമല്ല എന്ന നിലയ്ക്ക് പുറത്തു വന്ന് പറഞ്ഞ താരങ്ങൾ ഈ 20 പേരിലുണ്ടോ ശ്രീകാന്ത്? നിലവിൽ പേര് വിവരങ്ങൾ, മറ്റ് വിശദാംശങ്ങൾ ഈ നിമിഷം വ്യക്തമല്ല, അത് പുറത്ത് വിട്ടിട്ടുമില്ല. അത് 20 താരങ്ങൾ എന്നുള്ളതാണ് B ഉണ്ണികൃഷ്ണൻ സ്ഥിരീകരിക്കുന്നത്. അതിന്റെ വിശദാംശങ്ങൾ ഒരു പക്ഷേ ഇവർ ഔദ്യോഗികമായി രേഖാമൂലം ഒരു സംഘടനയുണ്ടാക്കി ആവശ്യപ്പെടുമ്പോൾ അത് പുറത്തു വിടുകയും ചെയ്യും. നിലവിൽ അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത് ഇങ്ങനെയാണ്: ട്രേഡ് യൂണിയൻ ഉണ്ടാക്കാൻ നീക്കം നടക്കുന്നുണ്ട്, അത് ശരിയാണ്. 20 അംഗങ്ങൾ ഫെഫ്കയെ സമീപിച്ചിട്ടുണ്ട്, അതും ശരിയാണ്. അവരോട് ജനറൽ കൗൺസിലിന്റെ അംഗീകാരം വേണം എന്ന് അറിയിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ അതൊരു യൂണിയനായി ഉണ്ടാക്കി വരാൻ നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. ഇതാണ് B ഉണ്ണികൃഷ്ണൻ വ്യക്തമാക്കുന്നത്. ശ്രീകാന്ത്, ഇവിടെ ഏറ്റവും ഒടുവിൽ മോഹൻലാൽ സംസാരിക്കുമ്പോൾ പറയുന്നുണ്ട് അമ്മ എന്ന് പറഞ്ഞാൽ ട്രേഡ് യൂണിയൻ സ്വഭാവത്തിലുള്ള സംഘടനയല്ല, അതൊരു താരങ്ങളുടെ ഒരു കൂട്ടായ്മയാണ്. ചാരിറ്റി പ്രവർത്തനങ്ങൾ നോക്കും താരങ്ങളുടെ ഒരു കൂട്ടായ്മയാണ്.
അപ്പോൾ അതിൻ്റെ അവകാശാധികാര പരിധിയെക്കുറിച്ചൊക്കെ ഉള്ള ഒരു പരിമിതി പറയുകയായിരുന്നു മോഹൻലാൽ അതിൽ കൂടി. ഇപ്പോൾ ഈ വിവാദമുണ്ടായതിനു ശേഷം സിനിമാ മേഖലയിൽ തന്നെ പലരും പറയുന്നു യഥാർത്ഥത്തിൽ താരങ്ങൾക്ക് വേണ്ടത് ട്രേഡ് യൂണിയൻ സ്വഭാവത്തിൽ പല്ലും നഖവും ഒക്കെയുള്ള ഒരു വലിയ സംഘടന, അവകാശങ്ങൾ ചോദിച്ചെടുക്കാൻ പറ്റിയ വലിയ സംഘടന ഉണ്ടാവണമെന്ന് ചില ആളുകളെങ്കിലും നിലപാട് പറയുന്നുണ്ടായിരുന്നു. എന്തായാലും ആ വഴിക്ക് നീങ്ങുന്നൊരു തുടക്കം എന്നതിനെ കാണാവോ ശ്രീകാന്ത്? നിലവിൽ എന്തായാലും ഇത് സാധ്യമല്ല എന്ന മറുപടിയാണ് വി ഉണ്ണികൃഷ്ണന്റെ ഭാഗത്തു നിന്നും വന്നിട്ടുള്ളത്. അതായത് അവര് സാങ്കേതികമായി അതിന്റെ പരിമിതികളുണ്ട്, സാങ്കേതികമായ ബുദ്ധിമുട്ടുകൾ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിനാൽ തന്നെയാണ് നിലവിൽ അത് സാധ്യമല്ല എന്ന് അറിയിച്ചിട്ടുള്ളത്. പക്ഷേ പൂർണ്ണമായും അത് ഒരിക്കലും നടക്കില്ല എന്നുള്ളതല്ല ഈ ഫെഫ്ക ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. ഒരു സംഘടന ഉണ്ടാക്കി അതിനൊരു പേരിട്ട് അത് കൃത്യമായ മാനദണ്ഡങ്ങൾ പാലിച്ചെത്തിയാൽ അത് പരിഗണിക്കാം എന്നുള്ള കാര്യം ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുണ്ട്. അത് അമ്മയുടെ ഭാഗത്തു നിന്നും ഈ അമ്മയിൽ നിന്നും പിളർന്ന് പുതിയ സംഘടന രൂപീകരിക്കാൻ തീരുമാനിച്ച ആളുകളുടെ ഭാഗത്തു നിന്നുള്ള മറുപടി കൂടി ഇതിൽ വരേണ്ടതുണ്ട്. അവരാണ് ഇനി ഒരു തീരുമാനമെടുക്കേണ്ടത്, അവരാണ് ഇക്കാര്യത്തിൽ മുന്നിട്ടിറങ്ങേണ്ടതും മുന്നോട്ട് പോകേണ്ടതും. ഓക്കെ, അപ്പോൾ എന്തായാലും ശ്രീകാന്ത് ആ വാർത്തയുടെ വിവരങ്ങൾ നൽകുകയായിരുന്നു. എന്തായാലും അതിപ്പോൾ ഒരു തീരുമാനം ഉണ്ടാകുമോ എന്നറിയില്ല. അമ്മ മാറി ബി ഉണ്ണികൃഷ്ണൻ ടെലിഫോണിൽ. ബി ഉണ്ണികൃഷ്ണൻ, ഇവിടെ ഇത് എത്രത്തോളം പ്രാക്ടിക്കലാണ്? ഇപ്പോൾ ട്രേഡ് യൂണിയൻ എന്ന് പറയുന്ന സങ്കല്പം നല്ലതാണ്, പക്ഷേ അതിപ്പോൾ ഈ ഘട്ടത്തിൽ എത്രത്തോളം പ്രാക്ടിക്കലാണത്? അല്ല, ഇത് ആ ഘട്ടത്തിലേക്കൊന്നും നമ്മൾ ചർച്ച ചെയ്യാറായിട്ടില്ലല്ലോ. അവർക്ക് ഒരു കുറച്ച് ആക്ടേഴ്സിന് ട്രേഡ് യൂണിയൻ ഫോം ചെയ്യണം. അപ്പൊ ട്രേഡ് യൂണിയനായിട്ട് പ്രവർത്തിക്കുന്ന ഒരു സംഘടന ഫെഫ്കയാണ്. കുറവുണ്ട്. ആ കാര്യങ്ങൾ എങ്ങനെയാണ് എന്ന് ചോദിക്കാനായിട്ടാണ് അവരെന്നെ സമീപിച്ചത്. അപ്പൊ അത് രജിസ്റ്റർ ചെയ്യേണ്ട വിധം ഒക്കെ നമ്മൾ പറഞ്ഞു കൊടുത്തു. അപ്പൊ അവർ ചോദിച്ചു, അങ്ങനെ രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ ഫെഫ്കയിൽ അഫിലിയേറ്റ് ചെയ്യാൻ കഴിയുമോ എന്നവർ ചോദിച്ചപ്പോൾ ഇപ്പോൾ അങ്ങനെ ഒരു ആലോചന പോലും ഫെഫ്കയ്ക്കില്ല എന്നുള്ളതാണ് ഞങ്ങൾ പറഞ്ഞത്. അതിന് മറ്റു കാര്യങ്ങൾ എനിക്ക് അറിഞ്ഞുകൂടാ. അത് അവർക്ക് ഒരു ഇൻഡിപെൻഡന്റ് ട്രേഡ് യൂണിയൻ ആക്ടേഴ്സിന് ഫോം ചെയ്യാം. അത് അമ്മയുമായി യാതൊരു ബന്ധവുമില്ല. കാരണം അമ്മ ഒരു ഇൻഡിപെൻഡന്റ് ബോഡിയായിട്ട് നിലനിൽക്കുമല്ലോ. എങ്കിൽ കൂടിയും ഒരു പുതിയ ആലോചന ഇക്കാലം അത്രയും ഇല്ലാതെ ഒരു പുതിയ ആലോചന അവിടെ ഉണ്ടാവുന്നു എന്നുള്ളത് സ്വാഗതാർഹമല്ലേ ബി ഉണ്ണികൃഷ്ണൻ? തീർച്ചയായിട്ടും എക്കാലവും ഞങ്ങൾക്ക് ആ അഭിപ്രായമുള്ളവരാണ്. ഇന്ത്യക്ക് നമ്മുടെ കേരളത്തിന് വെളിയിലുള്ള സംസ്ഥാനങ്ങളിലുണ്ട് ആക്ടേഴ്സിന് ട്രേഡ് യൂണിയൻ. മുംബൈയിലെ ആക്ടേഴ്സ് എല്ലാം ട്രേഡ് യൂണിയനിൽപ്പെട്ടവരാണ്. ശ്രീ അമിതാഭ് ബച്ചൻ അതിന്റെ മെമ്പറാണ്. അദ്ദേഹം ചടങ്ങുകളിൽ പങ്കെടുത്തിട്ടുണ്ട് ആ ഫെഡറേഷന്റെ ഒക്കെ. അപ്പം അത് തീർച്ചയായിട്ടും സ്വാഗതാർഹമായിട്ടുള്ള കാര്യമാണ്. അതിന് രണ്ട് തരത്തിലുള്ള പ്ലാറ്റ്ഫോമുകൾ പോസിബിൾ ആണല്ലോ. ഒരു ട്രേഡ് യൂണിയനും നോൺ ട്രേഡ് യൂണിയനുമായിട്ട് അവർക്ക് ഓർഗനൈസേഷൻസ് പോസിബിൾ ആണ്. ഇപ്പൊ ഞങ്ങൾക്ക് മാക്ട എന്ന് പറയുന്ന സാംസ്കാരിക സംഘടനയില്ലേ, ഞങ്ങൾ എല്ലാവരും അംഗമാണല്ലോ. അതെ. അല്ല ബി ഉണ്ണികൃഷ്ണൻ, ഇത് കുറച്ചുകൂടി അവകാശങ്ങൾ നേടിയെടുക്കാൻ അല്ലെങ്കിൽ അവകാശ ലംഘനങ്ങൾക്കെതിരെ പൊരുതാൻ കുറച്ചുകൂടി ഒരു സ്ട്രെങ്ത് നൽകുന്ന ഒന്നാകില്ല ട്രേഡ് യൂണിയൻ? ബി ഉണ്ണികൃഷ്ണൻ, ഞാൻ അതിനകത്ത് പോസിറ്റീവായിട്ട് കാണുന്നത് അവർക്കൊരു ഓർഗനൈസേഷൻ സ്ട്രക്ചർ ഉണ്ടാവും. കുറച്ചുകൂടി ഒരു സംഘടന, ഒരു ഗാത്രം കുറച്ചും കൂടി അവർക്ക് വെൽ ഡിഫൈൻഡ് ആയിരിക്കും. നിർവചിക്കപ്പെട്ട ഒരു ഗാത്രം ഉണ്ടാകും, പ്രൊസീജിയേഴ്സ് ഉണ്ടാവും, ഒരു ഇഷ്യൂവിനെ എങ്ങനെയാണ് ചർച്ച ചെയ്യേണ്ടതെന്നുണ്ടാവും, പല തട്ടിൽ ചർച്ച ചെയ്യാം. അത് സ്വാഗതാർഹമാണെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. ഫെഫ്കയുടെ ഒരു നേതൃനിരയിൽ ഇരിക്കുന്ന ആൾ എന്നുള്ള നിലയ്ക്ക് ഈ അംഗങ്ങൾ ഇനി അവർക്ക് ട്രേഡ് യൂണിയൻ ആകണമെങ്കിൽ മുന്നോട്ട് ചെയ്യേണ്ട പ്രൊസീജിയർ എന്താണ്? എന്റെ കൂടി അറിവിലേക്കാണ് എന്റെ ചോദ്യം, ബി ഉണ്ണികൃഷ്ണൻ. അല്ല, അവര് തീർച്ചയായിട്ടും 7 പേര് മതിയല്ലോ ഒരു ട്രേഡ് യൂണിയൻ ഫോം ചെയ്യാൻ. ഒരു ട്രേഡ് യൂണിയൻ ഫോം ചെയ്യണം, അതിന് കൃത്യമായ ഒരു ബൈലോ വേണം, അതിനൊരു രജിസ്ട്രേഷൻ പ്രോസസ് ഉണ്ട്. നമ്മൾ ലേബർ ഡിപ്പാർട്ട്മെന്റുമായിട്ട് ബന്ധപ്പെടാൻ രജിസ്ട്രേഷൻ ഉണ്ടാക്കണം. അത് കഴിഞ്ഞിട്ടാണ് അവർക്ക് ഈ അഫിലിയേഷൻ തുടങ്ങിയ കാര്യങ്ങൾ. അപ്പോൾ അങ്ങനെ അവർ വരുമ്പോൾ ഫെഫ്ക പോലൊരു ഫെഡറേഷനിൽ അവർക്ക് അഫിലിയേറ്റ് ചെയ്യാൻ കഴിയുമോ എന്നാണ് അവർ എന്നെ ബന്ധപ്പെട്ട് ചോദിച്ചത്. ഞങ്ങളെ സംബന്ധിച്ചോളം ഞങ്ങൾക്ക് ഇപ്പോൾ 21 അംഗ സംഘടനകളുണ്ട്. പുതിയതായി ഒരു അംഗ സംഘടനയെ ഞങ്ങൾക്ക് അങ്ങനെ അതിന്റെ ഒരു പോസിബിലിറ്റി അങ്ങനെ പറയാൻ പറ്റില്ല. അതൊരു നീണ്ട ചർച്ചയ്ക്ക് ശേഷമേ ഞങ്ങൾ അങ്ങനെ ഒരു തീരുമാനം എടുക്കുള്ളൂ. ടെലിവിഷൻ രംഗത്ത് ഒരു സംഘടന ഫോം ചെയ്ത് ഞങ്ങളിലേക്ക് അഫിലിയേറ്റ് ചെയ്തത് ഏതാണ്ട് 2 വർഷത്തെ ചർച്ചകൾക്ക് ശേഷമാണ്. താങ്കൾക്ക് തനിയെ എടുക്കാൻ കഴിയുന്ന തീരുമാനമല്ല അത്, അല്ലേ ബി ഉണ്ണികൃഷ്ണൻ? കൗൺസിൽ അപ്രൂവ് ചെയ്യണം. 57 പേര്, നമുക്ക് 21 പേര് ചേരുമ്പോൾ ഇപ്പോൾ 63 പേരുണ്ട് ഞങ്ങളുടെ ജനറൽ കൗൺസിലിൽ. 21 സംഘടനകളുടെ 3 പ്രതിനിധികൾ, അതാണ് അപ്രൂവ് ചെയ്യണം. ഒരിക്കലും എനിക്ക് ഒറ്റയ്ക്ക് തീരുമാനിക്കാൻ സാധിക്കില്ല. ബി ഉണ്ണികൃഷ്ണൻ, ഈ 20 താരങ്ങൾ അവരുടെ ഐഡന്റിറ്റി പുറത്തു പറയുന്നതിൽ പ്രശ്നമുള്ളവരാണോ? അത് പറയാൻ കഴിയുമോ അങ്ങേക്ക്? അല്ല, അവര് തീർച്ചയായിട്ടും അത് ഇപ്പോൾ ഈ ഘട്ടത്തിൽ ഞാനായിട്ട് പറയുന്നത് ശരിയല്ലല്ലോ. അവർ ഏതെങ്കിലും ഘട്ടത്തിൽ അത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ. ഒരു ചർച്ചയുടെ ഭാഗമായിട്ട് അവര് കുറച്ചും കൂടി ഇതെങ്ങനെയാണ് അവർക്ക് അതിനകത്തൊരു അക്കാഡമിക് ഇൻട്രസ്റ്റോട് കൂടിയാണ് അവർ എൻ്റെ അടുത്ത് വന്നത്. എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളിലൊക്കെ ചോദിക്കാനാണ് അവർ വന്നത്. ആ ചർച്ചയിൽ അവർ എന്നോട് ചോദിച്ചു, ഭാവിയിൽ ഞങ്ങൾക്ക്
ഫെഫ്കയുടെ ഭാഗമാകാൻ കഴിയുമോ എന്ന് ചോദിച്ചപ്പോൾ അത് ഇപ്പോൾ ഞങ്ങളുടെ പരിഗണനയിലില്ല. അത് പെട്ടെന്ന് അങ്ങനെ സാധ്യവുമാകില്ലെന്നാണ് ഞാൻ പറഞ്ഞത്. ഇതുകൊണ്ട് തന്നെ മറ്റേ സംഘടന പിളർപ്പിലേക്ക് എന്നുള്ള തരത്തിലേക്ക് വാർത്ത പോകുന്നത് നിർഭാഗ്യകരമാണ്. ആ സംഘടന അതേപോലെ നിലനിർത്തിക്കൊണ്ടാണ് അവർ ഈ സാധ്യത ആലോചിക്കുന്നത് കേട്ടോ. സിബിയുണ്ടെങ്കിൽ ഒറ്റ കാര്യം കൂടി, ഈ സിനിമാ നയരൂപീകരണ സമിതിയിൽ നിന്ന് താങ്കൾ മാറി നിൽക്കാം എന്ന ആലോചന നേരിട്ട് ബന്ധമുള്ള വിഷയം അല്ലെങ്കിൽ കൂടി താങ്കൾ കിട്ടിയോട് ചോദിക്കുകയാണ്. ആ നയരൂപീകരണ സമിതിയിൽ നിന്ന് മാറി നിൽക്കാം എന്ന ആലോചന എന്തുകൊണ്ടാണ് സിബി ഉണ്ണികൃഷ്ണൻ? അത് കഴിഞ്ഞ തവണത്തെ മീറ്റിംഗിൽ ഞാൻ പങ്കെടുത്തിരുന്നു. എറണാകുളത്ത് 7-ാം തീയതി നടന്ന മീറ്റിംഗിൽ ഞാൻ പങ്കെടുത്തിരുന്നു. അപ്പൊ പങ്കെടുത്തപ്പോ അതിനകത്ത് ഒരു ഏജൻസിയാണ് ഇപ്പോൾ ആ നയരൂപീകരണത്തിന്റെ ഇൻപുട്ടുകൾ ശേഖരിക്കുന്നതും ഫിലിം പോളിസി ഡ്രാഫ്റ്റ് ചെയ്യുന്നതും. ഒരു പ്രൈവറ്റ് ഏജൻസിയാണ്, ഔട്ട്സോഴ്സ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ അവിടെ സംസാരം നടന്നപ്പോൾ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ പല കാര്യങ്ങളും പറഞ്ഞു. ഇപ്പൊ ഈ ഫിലിം ഇതുണ്ടല്ലോ, നമ്മളുടെ റെഗുലേറ്ററി അതോറിറ്റി അല്ലെങ്കിൽ എന്റർടൈൻമെന്റ് ട്രൈബ്യൂണൽ തുടങ്ങിയ കാര്യങ്ങളിൽ ഒരു തൊഴിലാളി സംഘടന എന്ന നിലയിൽ ഞങ്ങൾക്ക് കൃത്യമായ ആശങ്കകളുണ്ട്. താങ്കൾക്കറിയാവുന്ന പോലെ ലേബർ നിയമങ്ങളാണ് ഞങ്ങൾക്ക് ബാധകമാവുക. അപ്പോൾ ഒരു ഡിസ്പ്യൂട്ട് വരുമ്പോൾ ഇത്തരത്തിലൊരു ബോഡിയിലേക്ക് പോവുകയാണെങ്കിൽ ആ ബോഡിയുടെ സ്വഭാവം എന്തായിരിക്കും, അതിന്റെ ജൂറിസ്ഡിക്ഷൻ എന്തായിരിക്കും, ജൂറിസ്പ്രൂഡൻസ് എന്തായിരിക്കും എന്നുള്ളതിനെ കുറിച്ച് ഞങ്ങൾക്ക് സംശയമുണ്ട്. അത്തരം കാര്യങ്ങൾ അടുത്ത ഘട്ടത്തിൽ ഫെഫ്കയുമായിട്ടാണ് ഇവർ ചർച്ച ചെയ്യുന്നത്, ഫെഫ്കയുടെ പ്രതിനിധികളുമായിട്ടാണ് ചർച്ച ചെയ്യുന്നത്. അപ്പോൾ എന്റെ സംഘടന കണ്ടത്, ഇന്നലെ കഴിഞ്ഞ ദിവസം ചേർന്ന സ്റ്റിയറിംഗ് കമ്മിറ്റി കണ്ടത്, അവിടെ കൃത്യമായിട്ട് വിമർശനാത്മകമായി നിലപാടെടുക്കണമെങ്കിൽ ഞാൻ നയരൂപീകരണ സമിതിയുടെ ഭാഗമായിട്ടിരുന്നുകൊണ്ട് അത് ചെയ്യാൻ സാധിക്കില്ല. ഫെഫ്കയുടെ ജനറൽ സെക്രട്ടറി ആയിട്ട് തന്നെ സംസാരിക്കണം. എന്നെ ഒരു വ്യക്തി എന്ന നിലയിലാണ് അതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പക്ഷേ ഫെഫ്കയുടെ ജനറൽ സെക്രട്ടറി ആയിട്ട് ഞാൻ അതിൽ പങ്കെടുക്കണമെന്ന് എന്റെ സംഘടന എന്നോട് നിർബന്ധം പറഞ്ഞതുകൊണ്ടാണ് ഞാൻ അതിനോട്. ഓക്കെ, വ്യക്തമാണ്. താങ്ക് യു ബി ഉണ്ണികൃഷ്ണൻ. എന്തായാലും ബി ഉണ്ണികൃഷ്ണൻ പറയുകയായിരുന്നു, ഇത്തരത്തിൽ 20 അംഗങ്ങൾ അല്ലെങ്കിൽ സിനിമാ മേഖലയിലെ ഒരു പറ്റം താരങ്ങൾ ട്രേഡ് യൂണിയൻ രൂപീകരിക്കാനുള്ള നീക്കം മുന്നോട്ടേക്ക് പോകുന്നു. അതിൽ ഫെഫ്കയിൽ അഫിലിയേറ്റ് ചെയ്യാൻ കഴിയുമോ എന്ന കാര്യമാണ് ബി ഉണ്ണികൃഷ്ണനോട് ചോദിച്ചത്. അതിപ്പോൾ തൽക്കാലം ഇപ്പോൾ പരിഗണനയില്ല എന്ന് പറയുമ്പോൾ പോലും ആ താരങ്ങൾ ട്രേഡ് യൂണിയൻ സ്വഭാവത്തിൽ അല്ലെങ്കിൽ ട്രേഡ് യൂണിയൻ രൂപീകരിക്കാനുള്ള ആലോചനകളുമായി മുന്നോട്ട് പോക്കാണ്. ഒരു തൊഴിൽ മേഖല എന്നുള്ള നിലയ്ക്ക് ആ നീക്കത്തെ സ്വാഗതാർഹം എന്ന് തന്നെ പറയേണ്ടിയും വരും. അതിനിടയിൽ സംവിധായകൻ രഞ്ജിത്ത് ചോദ്യം ചെയ്യൽ ഹാജരായിരുന്നു, അത് അന്വേഷണ സംഘത്തിന് മുന്നിൽ. അതിനുശേഷം അത് പൂർത്തിയാക്കി അദ്ദേഹം മടങ്ങുന്ന ദൃശ്യം കൂടി നേരത്തെ പ്രേക്ഷകർ കണ്ടു. എന്തെങ്കിലും ഒന്ന് പ്രതികരിക്കാൻ പക്ഷേ രഞ്ജിത്ത് തയ്യാറായില്ല. വെൽക്കം ബാക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകരായി. ഇപ്പോൾ ഒരു വാർത്ത വരുന്നു. കോഴിക്കോട് ഓമശ്ശേരിയിലെ സ്കൂൾ ബസ് അപകടം. ബസ് നിയന്ത്രണം വിട്ടത് ഇതേ സ്കൂളിലെ വിദ്യാർത്ഥി ഇടിച്ച ശേഷം ഒരു വിദ്യാർത്ഥിനിക്ക് കാലിന് ഗുരുതരമായി പരിക്ക് നടക്കുമ്പോൾ ഒരു സങ്കട വാർത്ത കോഴിക്കോട് നിന്ന് വരുന്നുണ്ട്. പശ്ചിമബംഗാൾ നടിയുടെ പരാതിയിൽ സംവിധായകൻ രഞ്ജിത്തിനെ അന്വേഷണ സംഘം ചോദ്യം ചെയ്തു. കൊച്ചി തീരദേശ IG ഓഫീസിലാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന് മുന്നിൽ രഞ്ജിത്ത് ചോദ്യം ചെയ്യലിന് ഹാജരായത്. നിതിൻ അംബുജൻ ചേരുന്നു. നിതിൻ, ചോദ്യം ചെയ്യൽ പൂർണ്ണമായി പൂർത്തിയായതിനു ശേഷമാണ് രഞ്ജിത്ത് മടങ്ങിയത്. എന്തായാലും മാധ്യമങ്ങളോട് പ്രതികരിച്ചില്ല രഞ്ജിത്ത്, അല്ലേ? ഹാഷ്മി, 2 മണിക്കൂർ നീണ്ട ചോദ്യം ചെയ്യലിന് ശേഷമാണ് രഞ്ജിത്ത് ഇപ്പോൾ ഇവിടെ നിന്ന് മടങ്ങിയിരിക്കുന്നത്. ചോദ്യം ചെയ്തതിനു ശേഷം അദ്ദേഹം പ്രതികരിക്കാമെന്നായിരുന്നു നേരത്തെ വ്യക്തമാക്കിയത്. പക്ഷേ ഈ ചോദ്യം ചെയ്ത ശേഷം അദ്ദേഹം പുറത്തിറങ്ങുമ്പോൾ ചോദ്യങ്ങൾ ചോദിച്ചു. അദ്ദേഹം പ്രതികരിക്കാൻ തയ്യാറായില്ല. ഇവിടെ നിന്ന് അദ്ദേഹം മടങ്ങിയിട്ടുണ്ട്. എന്തായാലും 2 മണിക്കൂർ നീണ്ട ചോദ്യം ചെയ്ത ശേഷം അദ്ദേഹം പോയിരിക്കുന്നു. നമുക്കറിയാം, ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ നിരവധി പേർ വെളിപ്പെടുത്തലുമായി രംഗത്ത് വന്നിരുന്നു. അതിൽ നടന്മാർക്കെതിരെയും അതോടൊപ്പം തന്നെ രഞ്ജിത്ത് ഉൾപ്പെടെയുള്ളവർക്കെതിരെ കേസെടുത്തിരുന്നു. ഇതിൽ ആദ്യ ചോദ്യം ചെയ്യലാണ് ഇന്നിപ്പോൾ കൊച്ചി തീരദേശ ആസ്ഥാനത്ത് AIG പൂങ്കുഴയുടെ നേതൃത്വത്തിൽ നടത്തിയിരിക്കുന്നത്. ഈ കേസ് അന്വേഷിക്കുന്ന ഡിവൈഎസ്പി ഉൾപ്പെടെയുള്ള സംഘം എന്തായാലും ഇവിടെ ചോദ്യം ചെയ്യാൻ ഇവിടെ എത്തിയിരുന്നു. ഇപ്പോൾ ഈ നടപടികൾ പൂർത്തിയാക്കി നമ്മൾ AIG പൂങ്കുഴയുടെ പ്രതികരണം ശ്രമിക്കുന്നുണ്ട്. എന്താണ് അടുത്ത നടപടികൾ, ഏത് നിലയിലാണ് ഈ അന്വേഷണം മുന്നോട്ട് പോകുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ പ്രതികരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്തായാലും ഇപ്പോൾ ഈ നടപടികളെല്ലാം തന്നെ നടന്നു വരികയാണ്. ഇപ്പോൾ രഞ്ജിത്തിന്റെ ചോദ്യം ചെയ്യലാണ് ഇപ്പോൾ കഴിഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം, ഈ 2009 ഈ കേസിന് ആസ്പദമായ സംഭവം. അതുമായി ബന്ധപ്പെട്ട് പിന്നീട് പരാതിക്കാരി പോലീസിൽ പരാതി നൽകുകയായിരുന്നു. പിന്നീടാണ് ഇതിൽ പ്രത്യേക അന്വേഷണ സംഘം ഈ കേസ് ഏറ്റെടുക്കുകയും പിന്നീട് ജാമ്യം ലഭിക്കാവുന്ന കുറ്റമാണ് ചുമത്തിയത്. അതിനുശേഷം പിന്നീട് രഞ്ജിത്തിന് ഹൈക്കോടതിയിലും ജാമ്യം ലഭിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. പിന്നീട് ഇവിടെ ചോദ്യം ചെയ്യലിന് ഹാജരായി 2 മണിക്കൂറിന്റെ ചോദ്യ ശേഷം അദ്ദേഹം ഇപ്പോൾ മടങ്ങിയിരിക്കുന്നതാണ്. എന്തായാലും പൂങ്കുഴി ഇതുമായി ബന്ധപ്പെട്ട് ഈ കേസിൽ എന്തെങ്കിലും പ്രതികരിക്കുമോ എന്ന കാര്യമാണ് ഇനി അറിയേണ്ടത്. ഹാഷ്മി. ഓക്കെ, നിതിൻ അംബുജനാണ് ആ വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. അപ്പോൾ കേസ് അന്വേഷണത്തിന്റെ പുരോഗതി പറയുന്നതിന് തടസ്സമില്ലെങ്കിലും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ കുറിച്ചുള്ള അന്വേഷണത്തിൽ മാധ്യമങ്ങൾ പറയുന്ന റിസർവേഷൻ കോടതി പറഞ്ഞാൽ അതുകൊണ്ട് പൂങ്കുഴിയിൽ എന്തെങ്കിലുമൊക്കെ പറയുമോ എന്ന് കാത്തിരുന്ന് കാണാം. എന്തായാലും ചോദ്യം ചെയ്യലിൽ ഹാജരായതിനു ശേഷം മടങ്ങിയിരിക്കുന്നു സംവിധായകൻ രഞ്ജിത്ത്. വയനാട്ടിലേക്ക് പോകുന്നു. അവിടെ വലിയ വേദനയുടെ ഒരു ദിവസമാണിന്ന്. ദുരന്തത്തിൽ താങ്ങായ ജെൻസനെ അവസാനമായി ഒരു നോക്ക് കണ്ടു ശ്രുതി. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ജെൻസന്റെ മൃതദേഹം ശ്രുതി ചികിത്സയിൽ കഴിയുന്ന കൽപ്പറ്റ ലിയോ ആശുപത്രിയിൽ എത്തിച്ചു. അമ്പലവയലിലെ ഓഡിറ്റോറിയത്തിലും വീട്ടിലും മൃതദേഹം പൊതുദർശനത്തിന് ശേഷം വൈകിട്ടാണ് സംസ്കാരം.
അത് അങ്ങേയറ്റം വേദനാജനകമായ നമ്മുടെ വയനാട് നമ്മുടെ പ്രേക്ഷകരോട് ജില്ലാ സമ്മേളനത്തിനും അവിടുത്തെ എൻ്റെ കുടുംബം വയനാടിനൊക്കെ പരിപാടിയിലൊക്കെ വളരെ സജീവമായി ഉണ്ടായിരുന്നവരാണ്. നമ്മൾ ഈ ദിവസങ്ങളിൽ ഇവരെയൊക്കെ നേരിട്ട് കണ്ടവരാണ്. അതുകൊണ്ട് ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ ഉള്ളിലുണ്ടാകുന്ന വേദന അതിങ്ങനെ ഈ വാർത്തയൊക്കെ പറയേണ്ടി വരുന്നല്ലോ എന്നൊരു സങ്കടം ബാക്കി നിൽക്കുന്നു. വ്യക്തിപരമായ സങ്കടം ബാക്കി നിൽക്കുന്നു. എന്തായാലും വയനാട് വെള്ളാരംകുന്നിൽ ഉമ്നിയും വാനും സ്വകാര്യ ബസ്സും കൂട്ടിയിടിച്ചുകൊണ്ട് അപകടത്തിലാണ്. വലിയ ഗുരുതരമായി പരിക്കേറ്റിരുന്നു ജെൻസന്. അപ്പോൾ തന്നെ ഡോക്ടർമാർ ഒരു മടങ്ങിവരവിനുള്ള സാധ്യതയൊക്കെ സംശയത്തിൽ പറഞ്ഞിരുന്നു. അത് ഭയന്ന പോലെ തന്നെ സംഭവിച്ചു. ഷഹദ് റഹ്മാൻ ചേരുന്നുണ്ട്. ഷഹദ്, ഈ ശ്രുതിയുടെ അവസാനമായി ജെൻസനെ കാണൽ അങ്ങേയറ്റം വേദനാജനകമാണ്. ആർക്കും അത് കണ്ടു നിൽക്കാൻ കഴിയാത്ത ദൃശ്യങ്ങളുമാണ്. ഷഹദ്, തീർച്ചയായും ഹാഷ്മി, അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ ശ്രുതി അവസാനമായിട്ട് ജെൻസനെ ഒരു നോക്ക് കണ്ടു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം ആദ്യഘട്ടത്തിൽ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത് ശ്രുതിയെ ഇവിടെ പൊതുദർശനത്തിന് വെക്കുന്ന സമയത്ത് ആ ഓഡിറ്റോറിയത്തിലേക്ക് കൊണ്ടുവരാം എന്നുള്ളതായിരുന്നു. പക്ഷേ നിലവിൽ ശ്രുതിക്ക് കട്ടിൽ നിന്ന് എണീക്കാനോ അല്ലെങ്കിൽ പരസഹായമില്ലാതെ ഒരു നോക്ക് മറ്റുള്ള ആളുകളെ കാണാനോ ഒന്നും നിലവിലെ സാഹചര്യത്തിൽ സാധിക്കില്ല. കാരണം കാലിൽ അത്രയും കമ്പിയിട്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഡോക്ടർമാരുടെ നിർദ്ദേശപ്രകാരം മാത്രമേ ഇത്തരത്തിൽ ഈ ഓഡിറ്റോറിയത്തിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ എന്നായിരുന്നു അറിയിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെയായിരുന്നു പ്ലാൻ ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ നിലവിൽ ഈ ശ്രുതിയുടെ ആരോഗ്യനില അത്ര നല്ല രീതിയിലല്ല, വളരെ മോശമായ സ്ഥിതിയിലാണ്. പ്രത്യേകിച്ച് ഇന്നലെയൊക്കെ തന്നെ ഈ ജെൻസനെ കാണുകയും ജെൻസന്റെ സ്ഥിതി കുറച്ച് മോശമാണെന്ന് അറിയുകയും ചെയ്ത ഘട്ടത്തിൽ തന്നെ BP കുറയുകയും പിന്നീട് വലിയ രീതിയിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് പോവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൂടി കണക്കിലെടുത്തുകൊണ്ടാണ് ഇപ്പോൾ ശ്രുതിയുടെ സൗകര്യാർത്ഥം അല്ലെങ്കിൽ ആ ഡോക്ടർമാരുടെ നിർദ്ദേശപ്രകാരം ജെൻസന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ഈ ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയും അവസാനമായി ഒരു നോക്ക് ശ്രുതിക്ക് കാണാനായിട്ടുള്ള അവസരം ഒരുക്കുകയും ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഈ മൃതദേഹം ഉള്ളത് അവിടെ ശ്രുതിയുള്ള ആശുപത്രിയിലാണ്. അവിടെ നിന്ന് ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കണ്ടതുപോലെ അല്ലെങ്കിൽ കാണുന്നത് പോലെ ശ്രുതി അവസാനമായിട്ട് ജെൻസനെ ഒരു നോക്ക് കണ്ടു കഴിഞ്ഞു. ഇനി ഈ മൃതദേഹം ഇപ്പോൾ ഉള്ള, അതായത് ഇപ്പം അവിടെ നിന്നും ആ ആശുപത്രിയിൽ നിന്നും ഈ ശ്രുതി മാത്രമല്ല, വയനാട് മാത്രമല്ല, നാടൊന്നാകെ ജെൻസന്റെയും ശ്രുതിയുടെയും കാര്യങ്ങൾ അറിയാവുന്ന എല്ലാവരും തന്നെ വലിയ വേദനയിലും സങ്കടത്തിലുമാണ്. വിധി അല്ലേ? നമ്മൾ നേരത്തെ പോയൊരു വാർത്തയിലേക്ക് ഒരിക്കൽ കൂടി കയറുന്നു. ചലച്ചിത്ര അഭിനേതാക്കളുടെ സംഘടനയായ അമ്മ AMMA പിളർപ്പിലേക്കെന്നാണ് സൂചന. ട്രേഡ് യൂണിയൻ രൂപീകരിക്കാൻ 20ഓളം താരങ്ങൾ ഫെഫ്കയെ സമീപിച്ചുവെന്ന് ജനറൽ സെക്രട്ടറി B ഉണ്ണികൃഷ്ണൻ നമ്മളോട് അല്പസമയം മുമ്പ് സ്ഥിരീകരിച്ചു. ശ്രീകാന്ത് വിവരങ്ങളുമായി ചെയ്യുന്നു. ശ്രീകാന്ത്, ഫെഫ്കയിൽ അഫിലിയേറ്റ് ചെയ്യാൻ കഴിയുമോ എന്ന ഒരു കാര്യവുമായാണ് B ഉണ്ണികൃഷ്ണൻ സമീപിച്ചത്. പക്ഷേ ഉണ്ണികൃഷ്ണൻ അതിനിപ്പോൾ അനുകൂലമായ മറുപടി കൊടുത്തില്ലെങ്കിൽ കൂടിയും ട്രേഡ് യൂണിയൻ എന്ന ലക്ഷ്യത്തിലേക്ക് 20ഓളം താരങ്ങൾ പോകുന്നു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് ഈ വാർത്താകാലത്ത്. ശ്രീകാന്ത്, ഹഷ്മി, അമ്മയിൽ നേരത്തെ തന്നെ ഈ പ്രശ്നങ്ങളുണ്ട്. ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷം അവിടെ ജഗദീഷിന്റെ ഒക്കെ നേതൃത്വത്തിൽ കുറച്ച് റിബൽ ആയ ആളുകൾ മാറി നിന്ന് ഈ ഔദ്യോഗിക വിഭാഗത്തിനെതിരെ പ്രതികരണങ്ങൾ നടത്തുന്നുണ്ടായിരുന്നു. ജയൻ ചേർത്തലേക്ക് പട്ടികയിൽ തന്നെ ഉണ്ടായിരുന്നവരാണ്. അതോടൊപ്പം 2-3 അംഗങ്ങൾ, എക്സിക്യൂട്ടീവ് അംഗങ്ങൾ ഈ പിരിച്ചുവിടുന്ന തീരുമാനത്തിനെതിരെ, സംഘടന പിരിച്ചുവിടുന്ന തീരുമാനത്തിനെതിരെ രംഗത്ത് വരിക പോലും ചെയ്തു. അന്നേ പ്രതീക്ഷിച്ചതാണ് അമ്മയ്ക്കുള്ളിൽ വലിയ അസ്വാരസ്യങ്ങളുണ്ട്, വലിയ പൊട്ടിത്തെറിയിലേക്ക് ഇത് പോകും എന്നുള്ളത്. അത് ശരിവച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാകുന്നത്. താരങ്ങൾ ആരൊക്കെ എന്നത് സംബന്ധിച്ച് B ഉണ്ണികൃഷ്ണൻ വ്യക്തമാക്കുന്നില്ല. ഈ താരങ്ങൾ തന്നെ ഇനിയും പുറത്തേക്ക് വന്നിട്ടില്ല. രഹസ്യമായ അവരുടെ ഒരു നീക്കമായിരുന്നു. അമ്മയ്ക്ക് ബദലായി അമ്മ പിളർത്തി 20 താരങ്ങൾ ഒരു ട്രേഡ് യൂണിയൻ എന്ന നിലയിലേക്ക് ഫെഫ്കയോട് അഫിലിയേറ്റ് ചെയ്ത് നിൽക്കാൻ തീരുമാനിക്കുന്നു. അങ്ങനെ ഒരു നീക്കം അവർ നടത്തുന്നു. അത് നടക്കുമോ, അങ്ങനെ ഒരു സാധ്യതയുണ്ടോ എന്ന് B ഉണ്ണികൃഷ്ണനോട് തിരക്കുകയും ചെയ്യുന്നു. പക്ഷെ അദ്ദേഹം അവർക്ക് നൽകിയ മറുപടി, അതിന് കൃത്യമായി ജനറൽ കൗൺസിലിന്റെ അംഗീകാരം വേണം, 7 പേർ ഈ സംഘടന ഉണ്ടാകണം. ഒപ്പം ഒറ്റ മിനിറ്റ് ശ്രീകാന്ത്, സംവിധായകൻ സിബി മലയിൽ ചേരുകയാണ്. ശ്രീ സിബി മലയിൽ, അമ്മയിൽ നിന്നും ഒരു സംഘം താരങ്ങൾ ഒരു ട്രേഡ് യൂണിയൻ ഉണ്ടാക്കാനുള്ള ആലോചന തുടങ്ങിയിരിക്കുന്നു. ഫെഫ്ക അതിന് സമീപിച്ചു എന്ന് പറയുന്നുണ്ട്. ആ വാർത്ത എങ്ങനെ കാണാം ശ്രീ സിബി മലയിൽ? അത് അവർ ട്രേഡ് യൂണിയൻ ഉണ്ടാക്കുക എന്നുള്ളത് അവരുടെ ഏതാനും അംഗങ്ങളുടെ ഒരു ആലോചനയായിരിക്കാം. അത് അമ്മയിൽ നിന്നും ഔദ്യോഗികമായിട്ടുള്ള അങ്ങനെ ഒരു നീക്കമുണ്ടായിട്ട് അറിയില്ല. ഫെഫ്കയുടെ ജനറൽ സെക്രട്ടറി ഉണ്ണികൃഷ്ണനെ ഏതാനും ആൾക്കാർ ട്രേഡ് യൂണിയൻ ഉണ്ടാക്കുന്നതിന്റെ സാങ്കേതികതയെക്കുറിച്ച് അല്ലെങ്കിൽ അങ്ങനെ ഒരു ട്രേഡ് യൂണിയനായിട്ട് രൂപപ്പെടുന്നതിനെ കുറിച്ചുള്ള സാധ്യതകളെ കുറിച്ച് അന്വേഷിച്ചു വന്നിരുന്നു. അത് ജനറൽ സെക്രട്ടറി ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങളാണ്. അത് അമ്മയുടെ ഔദ്യോഗികമായ അംഗങ്ങളാരുമല്ല, അമ്മയുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ അമ്മയിലെ അംഗങ്ങളായിട്ടുള്ള ഏതാനും പേര് മാത്രമാണ്.
അത് ഒരു ഔദ്യോഗികമായ ഒരു നീക്കമായിട്ട് അല്ല അതിനെ കാണുന്നത്. അല്ലെ ചോദിക്കുന്നത് കുറച്ചുകൂടി വിശാലാർത്ഥത്തിൽ, ഇപ്പൊ കുറച്ചുകൂടി വിശാലാർത്ഥത്തിൽ അമ്മയ്ക്കും നിലനിൽക്കാം, അല്ലെങ്കിൽ ഈ സംഘടനയ്ക്കും നിലനിൽക്കുന്നതിൽ പ്രശ്നമില്ലല്ലോ ശ്രീ സിബി മലയിൽ. ഇപ്പോൾ കുറച്ചുകൂടി അവകാശ സംരക്ഷണത്തിനൊക്കെയായി ചട്ടപ്രകാരമുള്ള ഒരു ട്രേഡ് യൂണിയനിലേക്ക് താരങ്ങൾ പോകുന്നു എന്നുള്ളതിനെ അങ്ങേയറ്റം സന്തോഷത്തോടെ നമ്മൾ കാണണ്ടേ ശ്രീ സിബി മലയിൽ? അല്ല, അങ്ങനെ തന്നെയാണ്. ഇപ്പം നമ്മളെ സംബന്ധിച്ചോളം അതിനകത്ത് അവരങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നതിനകത്ത് നമുക്ക് യാതൊരു വിധത്തിലുള്ള എതിരഭിപ്രായങ്ങളോ അല്ലെങ്കിൽ അനുകൂലമായിട്ട് ഇപ്പോൾ ഒന്നും കാണേണ്ട കാര്യമില്ല. കാരണം അവരൊരു ചാരിറ്റബിൾ സൊസൈറ്റി എന്ന നിലയിലാണ് രൂപീകരിക്കപ്പെട്ടത്. അങ്ങനെ തന്നെയാണ് ഇപ്പോൾ അവർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. മുമ്പ് മാക്ട എന്ന് പറയുന്ന സാംസ്കാരിക സംഘടനയിൽ ഞാനും കമലും അതിന്റെ പ്രസിഡന്റും സെക്രട്ടറിയുമായിരുന്ന കാലത്താണ് ഒരു ട്രേഡ് യൂണിയൻ രൂപീകരിക്കുന്നതിനെ കുറിച്ച് ആലോചനകൾ ആദ്യം ഉണ്ടാവുകയും അന്ന് അത് ഉണ്ടാകാൻ കാരണം ഇതേപോലെ തന്നെ ഒരു ട്രേഡ് യൂണിയന്റെ സാഹചര്യത്തിൽ നിന്നുകൊണ്ട് മാത്രമേ തൊഴിലാളികളുടെ വേതന തർക്കങ്ങളിലൊക്കെ നമുക്ക് ഇടപെടാൻ കഴിയൂ. അപ്പൊ അങ്ങനെ ഒരു സാധ്യത ആരാഞ്ഞുകൊണ്ടാണ് അന്ന് ഒരു ഫെഡറേഷൻ എന്ന രീതിയിൽ ഒരു ട്രേഡ് യൂണിയൻ രൂപീകരിച്ചത്. അതിന്റെ ഭാഗമായിട്ട് അത് പിന്നീട് FEFCA മാറുകയാണ് ഉണ്ടായത്. ഇപ്പോൾ അമ്മയിലെ ഈ പറയുന്ന ഈ സോ കോൾഡ് ഏതാനും അംഗങ്ങൾക്ക് അത്തരത്തിലുള്ള ചില ചിന്തകൾ അല്ലെങ്കിൽ അവരുടെ അവകാശ കാര്യങ്ങളിൽ അവർക്ക് ഒരു സേ ഉണ്ടാകാനായിട്ട് അവർക്ക് ഒരു സംഘടനാപരമായ ഒരു നിലയിൽ അത്തരം സാധ്യതകളെ അവർക്ക് അഡ്രസ് ചെയ്യണമെങ്കിൽ ഒരു ട്രേഡ് യൂണിയൻ വേണമെന്ന് തോന്നലിലായിരിക്കും എത്തിയിരിക്കുന്നത്. അപ്പൊ അതിന്റെ സാങ്കേതികതകളെ കുറിച്ച് അറിയാനാണ് അവർ ഉണ്ണികൃഷ്ണനെ സമീപിച്ചതെന്നാണ് ഉണ്ണികൃഷ്ണൻ ആ വിഷയത്തിൽ എക്സ്പെർട്ടൈസ് ഉള്ള ആളാണ്. പ്രധാനമായും സമീപിച്ചത് ഇത്തരത്തിൽ ട്രേഡ് യൂണിയൻ രൂപീകരിച്ചാൽ ഫെഫ്കയിലേക്ക് അതിനെ അഫിലിയേറ്റ് ചെയ്യാൻ കഴിയുമോ എന്നുള്ളതായിരുന്നു അവരുടെ ചോദ്യം. ബി ഉണ്ണികൃഷ്ണൻ പറഞ്ഞു അദ്ദേഹത്തിന് ഒറ്റക്കെടുക്കാൻ തീരുമാനമല്ല, മാത്രമല്ല ഈ ഘട്ടത്തിൽ അതിനെപ്പറ്റി ആലോചിക്കേണ്ടതില്ല എന്ന് പറഞ്ഞു. പക്ഷേ അങ്ങനെ അവർ ട്രേഡ് യൂണിയൻ സംഘടന ഉണ്ടാക്കിയിട്ട് വരികയാണെങ്കിൽ ഫെഫ്കയുമായി അഫിലിയേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അതിന് പൂർണ്ണ പിന്തുണ കൊടുക്കുകയല്ലേ ചെയ്യേണ്ടത് യഥാർത്ഥത്തിൽ ശ്രീ സിബി മലയിൽ? അതെ, പക്ഷെ അത് ജനറൽ സെക്രട്ടറിക്കോ പ്രസിഡന്റിനോ മാത്രം എടുക്കാൻ പറ്റുന്ന ഒരു തീരുമാനമല്ല. അദ്ദേഹം ഈ വിവരം അറിഞ്ഞപ്പോൾ എന്നെ അറിയിക്കുകയും ഇങ്ങനെ ഒരു ആലോചന അന്വേഷണമായിട്ട് എത്തിയിരുന്നു. പ്രസിഡന്റ് എന്ന നിലയിൽ അദ്ദേഹം എൻ്റെ അടുത്ത് അദ്ദേഹത്തിന് കിട്ടിയ ഒരു ഇൻഫർമേഷൻ എന്നോട് പങ്കുവെക്കുകയുണ്ടായി. പക്ഷെ ഞങ്ങൾക്ക് രണ്ടുപേർക്കും മാത്രമായിട്ട് അങ്ങനെ തീരുമാനം എടുക്കാൻ കഴിയുകയില്ല. ഞാൻ ചോദിക്കുന്നത്, താങ്കൾ സംസാരിക്കുന്ന സാങ്കേതിക അർത്ഥത്തിലാണ് ഞാൻ ചോദിക്കുന്നത്. ഒരു ആശയാടിസ്ഥാനത്തിൽ ഒരു തൊഴിൽ മേഖലയിൽ ഇപ്പോൾ മറ്റ് സംസ്ഥാനങ്ങളിൽ താരങ്ങൾക്ക് ട്രേഡ് യൂണിയൻ സംഘടന ഓൾറെഡി ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ശ്രീ സിബി മലയിൽ. അപ്പോൾ ഒരു തൊഴിൽ മേഖലയിൽ അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി ഒരു കൂട്ടം ആളുകൾ ഇറങ്ങി പുറപ്പെടുന്നുവെങ്കിൽ അതിന് നമ്മൾ ആശയപരമായ അടക്കം പിന്തുണ കൊടുക്കേണ്ടതാണ് കേരളത്തിന്റെ സാഹചര്യത്തിൽ, അല്ലേ ശ്രീ സിബി മലയിൽ? അല്ല, അതിനൊന്നും നമുക്ക് തടസ്സങ്ങളില്ല. അത്തരം അങ്ങനെ ഒരു ട്രേഡ് യൂണിയൻ സ്വഭാവത്തിലേക്ക് മാറുന്നതിനകത്ത് തെറ്റില്ല. അത് നമ്മൾ പിന്തുണയ്ക്കുന്നതിൽ നമുക്ക് വൈമുഖ്യവുമില്ല. പക്ഷെ അങ്ങനെ ഒരു തീരുമാനം FEFCയുടെ ഭാഗമായി വരണമെങ്കിൽ നമ്മൾക്ക് അതിൻ്റെതായിട്ടുള്ള നടപടിക്രമങ്ങളിലൂടെ പോകേണ്ടി വരും എന്നുള്ളതാണ്. ആദ്യമായിട്ട് അവരൊരു ട്രേഡ് യൂണിയനായിട്ട് അവർ തന്നെ ഒരു സംഘടന രൂപീകരിച്ച ശേഷം അവർ സമീപിക്കുമ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ തീർച്ചയായിട്ടും പരിഗണിക്കും. ഓക്കെ, താങ്ക് യു ശ്രീ സിബി മലയിൽ. സിബി മലയിൽ നേരത്തെ ബി ഉണ്ണികൃഷ്ണൻ പറയുന്നത് അത് ശരിയുമാണ്. സംഘടനാപരമായി ഏതെങ്കിലും ബി ഉണ്ണികൃഷ്ണോ അല്ലെങ്കിൽ സിബി മലയിലോ മാത്രം ഇരുന്ന് തീരുമാനമെടുക്കാൻ കഴിയുന്നതല്ല. അവർക്ക് അവരുടേതായ കൂടുതൽ സംഘടനകളുണ്ട്, അവരുടെ യോഗം ചേരണം. അതിനൊക്കെ ശേഷം മാത്രമേ ഈ അഫിലിയേഷൻ കൊടുക്കേണ്ടതുണ്ടോ. അത് സാധാരണയുള്ള ആലോചന അങ്ങനെ തന്നെയാണ്, ആ അടിസ്ഥാനത്തിൽ പറയുന്നതാണ്. പക്ഷേ ആശയപരമായി ഇത്തരത്തിൽ തൊഴിൽ മേഖലയിലെ കൊടിയ തൊഴിൽ ചൂഷണം നടക്കുന്നു. ഇപ്പോൾ ഫെഫ്ക തന്നെ പറയുകയാണ് ഇത്തരത്തിൽ ലൈംഗിക ചൂഷണം ആ മേഖലയിൽ ഉണ്ട് എന്ന് ഫെഫ്ക തന്നെ സ്ഥിരീകരിച്ച് പറയുമ്പോൾ ഇത് ഹേമ കമ്മിറ്റിയിലൂടെ നമുക്ക് എല്ലാവർക്കും ബോധ്യപ്പെടുന്ന കാര്യവുമാണ്. അങ്ങനെ ചൂഷണം നടക്കുന്ന ഒരു തൊഴിൽ മേഖലയിൽ അതിനെ ഏതെങ്കിലും തരത്തിൽ പ്രതിരോധിക്കാൻ അമ്മ എന്ന് പറയുന്ന ഒരു ചാരിറ്റബിൾ സംഘടനയ്ക്ക് 100% പരാജയമാണ് എന്ന് വ്യക്തമാകുന്നൊരു സാഹചര്യത്തിൽ അത്തരത്തിൽ ട്രേഡ് യൂണിയൻ എന്ന് പറയുന്ന ആ നീക്കത്തെ അങ്ങേയറ്റം പുരോഗമനപരമായി ചിന്തിക്കുന്ന കേരളം പ്രോത്സാഹിപ്പിക്കേണ്ടതാണ് എന്ന് തന്നെ വേണം വിലയിരുത്താൻ. ശ്രീകാന്ത് ചേരുന്നു. ശ്രീകാന്ത്, എന്തായാലും അവർ നീക്കം തുടങ്ങിയിരിക്കുന്നു. അതിനുശേഷം ഇനി ലേബർ കമ്മീഷൻ അതിൻ്റെ പ്രൊസീജിയർ പേപ്പർ വർക്ക് ഉണ്ടല്ലോ, ആ പേപ്പർ വർക്കിലേക്ക് താരങ്ങൾ കടന്നു എന്ന് മനസ്സിലാക്കാൻ ആവുന്നുണ്ടോ ശ്രീകാന്ത്? നിലവിലിപ്പോൾ അത് സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ പുറത്തേക്ക് വന്നിട്ടില്ല. പക്ഷേ അതിൽ മനസ്സിലാക്കേണ്ടത് അവർ പൂർണ്ണമായും അത് തള്ളിക്കളഞ്ഞു എന്നുമല്ല, അതിന്റെ ഫ്രെയിംവർക്ക് അവരുടെ ഭാഗത്തു നിന്നും നടക്കുന്നുണ്ട്, അതവർ തുടങ്ങിയിട്ടുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് കിട്ടുന്ന വിവരം. വൈകാതെ തന്നെ അക്കാര്യത്തിൽ അവർ ഫെഫ്കയെ സമീപിക്കാനുള്ള സാധ്യതയുമുണ്ട്. വീണ്ടും ഒരു പേരുണ്ടാകണം, 7 പേർ അതിൽ ഉണ്ടാകണം, അങ്ങനെ അതിനൊരു ബൈലോ ഉണ്ടാകണം, അത്തരത്തിൽ ചില നിബന്ധനകൾ, അതിന് ആ സംഘടനയ്ക്ക് ചുമതലക്കാരുണ്ടാകണം. അതെല്ലാം കൃത്യമായി ഫെഫ്കയുടേതായ നിയമാവലി പൂർത്തീകരിച്ചു കൊണ്ടുവന്നാൽ ഫെഫ്ക അത് ജനറൽ കൗൺസിലിൽ ചർച്ചയ്ക്ക് വെക്കും.
ജനറൽ കൗൺസിലിന്റെ ഭൂരിപക്ഷ അംഗീകാരം കിട്ടിയാൽ മാത്രമേ അവർക്ക് ഒരു ട്രേഡ് യൂണിയനായി മാറി ഈ ഫെഫ്കയോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കാൻ സാധിക്കൂ. 21 സംഘടനകൾ ഫെഫ്കയിൽ. ഓക്കെ, എന്തായാലും അമ്മ പിളർപ്പിലേക്ക് എന്നതിന്റെ കൃത്യമായ സൂചന തന്നെയാണ്. അതിന്റെ സ്ഥിരീകരണം ബി ഉണ്ണികൃഷ്ണൻ പറയുന്നത്. ഈ താരങ്ങൾ സമീപിച്ചു, പക്ഷേ ബി ഉണ്ണികൃഷ്ണൻ പറയുന്നത് അതുകൊണ്ട് അമ്മ പിളർപ്പിലേക്ക് എന്നൊന്നും പറയാറൊന്നും ആയിട്ടില്ല. പക്ഷേ സിബി മലയിൽ പറയുന്നു അമ്മയ്ക്കുള്ളിലെ ചില താരങ്ങൾ തന്നെയാണ് എന്ന് പറയുമ്പോൾ അമ്മ സംഘടനയ്ക്കുള്ളിലുള്ള കുറച്ച് താരങ്ങൾ അവരുടെ ട്രേഡ് യൂണിയൻ വഴിയിലേക്ക് പോകാൻ ആലോചനയുണ്ട്. ആ ആലോചന ഏതുവരെ എന്നുള്ളതാണ് ഇനി അറിയേണ്ടത്. തിരികെ എത്താം നമുക്ക് ഈ വാർത്തയിലേക്ക് തന്നെയാണ്. വെൽക്കം ബാക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകരെ. താരസംഘടനയായ അമ്മ പിളർപ്പിലേക്ക് എന്നുള്ളതാണ് ഈ മണിക്കൂറിൽ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളിൽ ഒന്ന്. നേരത്തെ നമ്മൾ കണ്ടു ആ കേസുകളൊക്കെ വന്ന പശ്ചാത്തലത്തിൽ അമ്മ എക്സിക്യൂട്ടീവ് ഒന്നടങ്കം രാജിവെച്ചൊഴിയാനുള്ള തീരുമാനം. അതിൽ ഈ പറയുന്ന പല വിമർശനങ്ങൾ ആ സമയത്ത് തന്നെ കേട്ടിരുന്നു. ഒളിച്ചോട്ടമാണ് എന്ന് കേട്ടിരുന്നു. പ്രശ്നം ഉണ്ടാകുമ്പോൾ നിവർന്നു മറുപടി പറയാതെ കൂട്ടത്തോടെ രാജിവെച്ച് ഉത്തരവാദിത്തങ്ങൾ ഒഴിയുന്നു എന്നൊരു തീരുമാനമുണ്ടായിരുന്നു. സിദ്ദിഖിനെതിരെ കേസും ഒക്കെ ഗായത്രി വർഷ അഭിനേത്രി ചേരുന്നു. ശ്രീമതി ഗായത്രി വർഷ, എനിക്ക് തോന്നുന്നു ഈ പ്രശ്നമുണ്ടാകുമ്പോൾ താങ്കളാണ് ആദ്യമായി പറഞ്ഞ് ഞാൻ കേൾക്കുന്നത് സിനിമാ മേഖലയിൽ വേണ്ടത് ചാരിറ്റീസ് ഒരു താരസംഘടനയല്ല, ഒരു ട്രേഡ് യൂണിയൻ സംഘടനയാണെന്ന് കരുത്തോടെ പറഞ്ഞ താങ്കളാണ്. എന്തായാലും ആ ദിശയിൽ ഒരു നീക്കം നടക്കുന്നു എന്നുള്ള കാര്യം താങ്കളെ സന്തോഷിപ്പിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും സന്തോഷിപ്പിക്കുന്നു എന്നുള്ളതല്ല, അനിവാര്യമായ ഒരു ചിന്തയിലേക്ക് സിനിമാ ലോകം മാറുന്നു എന്നുള്ളതാണ്. അനിവാര്യമായ ഒരു ചിന്തയാണത്. വളരെ അത് എന്ന് അങ്ങനെ പ്രായോഗികമാകുന്നു അന്ന് മാത്രമാണ്. തൊഴിലാളികളാണ് നമ്മളൊക്കെ. സിനിമ എന്ന് പറയുന്ന വ്യവസായവും അത്തരത്തിലുള്ള ഒരു മേഖലയിൽ ഒരു തൊഴിലെടുത്ത് അവകാശങ്ങളുള്ള തൊഴിലാളികളാണ്. നമുക്കറിയാം ഏത് രംഗത്തും തൊഴിലാളികളുടെ ഒരു അവകാശ സംരക്ഷണം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ട്രേഡ് യൂണിയൻ സംവിധാനങ്ങളിലൂടെ തന്നെയാണ് നമ്മുടെ ഈ ഒരു സിസ്റ്റത്തിൽ, ഈ ഒരു വ്യവസ്ഥയിൽ നടപ്പിലാക്കപ്പെടുന്നത്. അപ്പൊ അത് എന്തുകൊണ്ട് സിനിമ പോലെയുള്ള ഒരു മേഖലയിൽ ഇത്രയധികം സർക്കാരിന് ടാക്സ് ഉൾപ്പെടെയുള്ള വരുമാനം ഉണ്ടാകുന്ന ഒരു സിനിമാ മേഖലയിൽ നിന്ന് അത്തരത്തിലൊരു നീക്കം ഉണ്ടാവാതെ ഇത്ര നാളും നിന്നു എന്നുള്ളിടത്താണ് ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. അല്ല ശ്രീമതി ഗായത്രി വർഷം, ഇപ്പോൾ നമ്മൾ ഫെഫ്കയുമായി സംസാരിക്കുമ്പോൾ ഫെഫ്ക ഞാൻ വരികൾക്കിടയിൽ വായിക്കാണ്, തെറ്റാണോ തെറ്റായ റീഡിംഗ് ആണോ എന്നറിയില്ല. ഫെഫ്കയ്ക്ക് അതിൽ താല്പര്യം ഇല്ല എന്ന് തന്നെ എനിക്ക് തോന്നുന്നു. ഫെഫ്ക പറയുന്നത് ഇപ്പോൾ ഇതിൽ അഫിലിയേഷൻ ഇപ്പോൾ ആലോചിക്കാൻ കഴിയില്ല, എല്ലാവരും ചേർന്ന് ആലോചിക്കണം എന്നൊക്കെ എന്തുമായിക്കോട്ടെ. പക്ഷേ ഇത് പ്രാക്ടിക്കലായി വരിക ഈ ചിന്ത നമ്മൾ നേരത്തെ പങ്കുവെച്ചിരുന്നു. ഞാൻ രശ്മിക്ക് അറിയാവുന്നതാണ്, ഞാൻ CPM-ന്റെ ഒരു മെമ്പറാണ്. അപ്പൊ നമ്മളുടെ സംഘടനകളുടെ ഇടയിൽ തന്നെ നമ്മൾ ഇത് പങ്കുവെച്ചിരുന്നു. ഫെഫ്ക ഉൾപ്പെടെ ഫെഫ്ക എന്ന് പറയുന്ന അസോസിയേഷൻ ഉണ്ടാവുന്നതിന് മുമ്പ് തന്നെ ബി ഉണ്ണികൃഷ്ണൻ സാർ ഉൾപ്പെടെയുള്ളവരുടെ ഇടയിൽ നമ്മൾ ഇത്തരം ആശയങ്ങൾ വെച്ചിരുന്നു. ഒരു കൺവെൻഷൻ എറണാകുളത്ത് റെഡിയായി വന്നിരുന്നു. അപ്പോൾ പോലും അതിന്റെ ഒരു അവസാന സമയത്താണ് ഇത്തരം ഒരു നീക്കം വേണ്ട എന്നുള്ളത് ഫെഫ്ക എന്ന് പറയുന്ന ഒരു രൂപീകരണത്തിലേക്കൊക്കെ നീങ്ങിയത് ആ അവസരത്തിലാണ്. പക്ഷേ അന്ന് CITU പോലുള്ള ഒരു പ്രസ്ഥാനത്തിന് അല്ല CPM തന്നെ എടുത്ത നിലപാട് പറഞ്ഞ CITUവിന്റെ പൂനെ പ്ലീനത്തിൽ ഒരു തീരുമാനമുണ്ടായിരുന്നു. സാംസ്കാരിക മേഖലകളിൽ നിൽക്കുന്ന മതേതര സ്വഭാവമുള്ള അസോസിയേഷനുകളോട് നമ്മൾ അവസരോചിതമായി അവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് നീങ്ങിയാൽ മതി. ഒരു ട്രേഡ് യൂണിയൻ സംവിധാനം ഇപ്പൊ സിനിമ പോലെയുള്ള മേഖലകളിൽ വേണ്ട എന്ന് പറയുന്ന പൂനെ പ്ലീനത്തിന്റെ ഒക്കെ തീരുമാനാടിസ്ഥാനത്തിൽ വന്നിരുന്ന ഒരു നിലപാടിലാണ് സിനിമയിൽ ഇതുവരെ അത്തരം നീക്കങ്ങൾ ഉണ്ടാവാതിരുന്നത്. പക്ഷെ സിനിമയിൽ അടിക്കടി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന പല പ്രശ്നങ്ങളും ഒരു കെട്ടുറപ്പുള്ള ഒരു സംരക്ഷണ സംവിധാനം അവകാശ സംരക്ഷണ സംവിധാനം ഇല്ല എന്നുള്ളിടത്ത് ഇത് അനിവാര്യമായ നീക്കമാണ്. ഇപ്പോഴെങ്കിലും അത് ഉണ്ടാവുന്നില്ലെങ്കിൽ ഇനിയും ഇത് കുത്തഴിഞ്ഞു പോകും എന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം. ശ്രീമതി ഗായത്രി വർഷ, ഞാൻ ചോദിച്ചു വന്നത് ഇതിപ്പോ എന്താണ് ഇത് ഫെഫ്കയ്ക്ക് അഫിലിയേഷൻ കൊടുക്കുമോ, അല്ലെങ്കിൽ അത് ഫെഫ്ക പറഞ്ഞ എല്ലാവരും ചേർന്ന് ആലോചിക്കണം, ഫെഫ്കയുടെ ബൈലോ പ്രകാരമൊക്കെ രൂപീകരിക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. ഒരുപക്ഷെ ഇത് മൂർത്തമായി വരാൻ, ഇത് പ്രാക്ടിക്കലായി വന്ന് ട്രേഡ് യൂണിയൻ സംഘടന എന്ന നിലയ്ക്ക് വരാൻ ഒരുപക്ഷെ സമയം എടുത്തു പോയേക്കാമെങ്കിൽ കൂടിയും ആ ദിശയിലൊരു ചിന്ത ഹേമ കമ്മിറ്റിക്ക് തുടർച്ചയിൽ വരുന്നു എന്ന് പറയുന്നത് തന്നെ വലിയ കാര്യമാണ് ആ മേഖലയിൽ. ശ്രീമതി ഗായത്രി വർഷ, തീർച്ചയായിട്ടും ഗായത്രി വർഷ, ഈ നീക്കത്തെ പറ്റി അറിയുമോ? ഏതൊക്കെ താരങ്ങളാണെന്ന് എന്തെങ്കിലും സൂചനയുണ്ടോ? ഇല്ല, എനിക്ക് അതിന്റെ ഡീറ്റെയിൽസ് ഒന്നും അറിയില്ല. ഇപ്പൊ ഞാനും നിങ്ങൾ പറയുന്ന മാധ്യമങ്ങളിലാണ് ഈ ഒരു വാർത്ത കാണുന്നത്. മറ്റു നീക്കങ്ങളെ കുറിച്ചൊന്നും എനിക്ക് അറിയില്ല. കഴിഞ്ഞ ദിവസം ഞാൻ CITUവിന്റെ ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കുകയും അവിടെ അത്തരത്തിലുള്ള ചർച്ചകൾ, CITUവിന്റെ ഒരു പൊതുപരിപാടിയിലാണ് ഞാൻ പങ്കെടുക്കുന്നത്. അപ്പൊ ഞാൻ തന്നെ ഇങ്ങനെ ഒരു ആവശ്യം CITU നേതൃത്വം കൊടുക്കേണ്ടതുണ്ട് എന്നുള്ള ഒരു ആവശ്യം ഞാൻ മുന്നോട്ട് വെക്കുക. അപ്പൊ അവർ ഓൾറെഡി എന്റെ അടുത്ത് പറഞ്ഞു അത്തരത്തിലുള്ള ചർച്ചകൾ പല അംഗങ്ങളുടെയും ഭാഗത്തുനിന്ന് വരുന്നുണ്ട്
കാരണം സിനിമയുടെ ഏറ്റവും ബഹുഭൂരിപക്ഷമായ ആൾക്കാർ എന്ന് പറഞ്ഞ സിനിമ ആസ്വാദകരും കാഴ്ചക്കാരുമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഈ സിനിമ നമ്മൾ ഈ പറയുന്ന താരങ്ങളിലും ടെക്നീഷ്യൻസിലും മാത്രം ഒതുങ്ങുന്ന ഒരു സംവിധാനമല്ല. സിനിമയുടെ അപ്രീസിയേഷൻ എന്ന് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഇടം, സിനിമയുടെ ഏറ്റവും വലിയ അവകാശികൾ അല്ല, സിനിമ എന്ന് പറയുന്ന സാംസ്കാരിക സംവിധാനത്തിന്റെ ഏറ്റവും വലിയ ഉപഭോക്താക്കൾ, അത് അവളുടെ കാഴ്ചക്കാരാണ്, ആസ്വാദകരാണ്. ഇതിന്റെ അകത്തൊരു അവർക്കൊരു വലിയ അഭിപ്രായം കൂടി ഉണ്ട്. അതും കൂടി പരിഗണിക്കണം എന്ന് പറയുന്ന ഒരു വിശാല അർത്ഥം എന്റെ മനസ്സിലുണ്ട്. അത് ഞാനിപ്പോ ആദ്യമായിട്ട് ഹാഷ്മിയോട് പങ്കുവെക്കുകയാണ്. അത്തരത്തിലൊരു അർത്ഥം കൂടി ഇവിടെ ഉണ്ട്. ഓക്കെ, താങ്ക് യു ശ്രീമതി ഗായത്രി വർഷ. ഗായത്രിയാണ് ഈ സമയത്ത് ഇത് ആദ്യമായി പറഞ്ഞ് ഞാൻ കേട്ടത്. ഞാൻ വ്യക്തിപരമായി കേട്ടത് എന്താണ്, ഗായത്രി ഒരു മാധ്യമ പ്രതികരണത്തിലാണ് ഇത്തരത്തിൽ സിനിമാ മേഖലയിൽ വേണ്ടത് ഒരു ട്രേഡ് യൂണിയനാണ് എന്ന് ആദ്യമായി പറഞ്ഞു കേട്ടത്. എന്തായാലും ആ വഴിക്ക് തന്നെ, ആ ദിശയിൽ തന്നെ കാര്യങ്ങൾ നീങ്ങുന്നു എന്നുള്ളത് പുരോഗമന കേരളത്തിൽ വലിയ പ്രതീക്ഷയും സന്തോഷവും നൽകുന്ന കാര്യം തന്നെയാണ്. കാരണം കൊടിയ അതിഭീകരമായ സെക്ഷൽ അസോൾട്ടിൻ്റെയും ചൂഷണത്തിൻ്റെയും കഥകൾ പറഞ്ഞ അല്ലെങ്കിൽ കാര്യങ്ങൾ പറയുന്ന ഒരു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് മുന്നിലിരിക്കുമ്പോൾ അതിന് ഏതെങ്കിലും തരത്തിൽ പ്രതിരോധിക്കാൻ അമ്മ എന്ന് പറയുന്ന താരസംഘടന 101% പരാജയമാണ് എന്ന് കേരളത്തിന് മുന്നിൽ വ്യക്തമായി നിൽക്കുമ്പോൾ ഇത്തരത്തിലൊരു സംഘടനയാണ് ആവശ്യം. ആ സംഘടനയ്ക്ക്, ആ നീക്കങ്ങൾക്ക്, ആലോചനയ്ക്ക് പൂർണ്ണ പിന്തുണ. താരസംഘടനയായ അമ്മ ഒരു പിളർപ്പിന്റെ വക്കിലെത്തി നിൽക്കുന്നു. അതിൽ കുറച്ചംഗങ്ങൾ, ഇപ്പോഴും ആരാണ് ആ താരങ്ങളെന്നറിയില്ല. എന്തായാലും അമ്മയ്ക്കകത്തുള്ള താരങ്ങൾ എന്ന് തന്നെ സ്ഥിരീകരിക്കാൻ കഴിയും. അമ്മയ്ക്കകത്തുള്ള താരങ്ങൾ പുറത്തേക്കെത്തി ഒരു ട്രേഡ് യൂണിയൻ സ്വഭാവത്തിൽ അവരുടെ പ്രവർത്തന പന്ഥാവ് മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ ആലോചന നടക്കുന്നു എന്ന കാര്യം സ്ഥിരീകരിക്കുന്ന മണിക്കൂറാണ്. നേരത്തെ ബി ഉണ്ണികൃഷ്ണൻ തന്നെ അത് സ്ഥിരീകരിക്കുന്നുണ്ട്. ബി ഉണ്ണികൃഷ്ണൻ തന്നെ അത് പറയുന്നുണ്ട്, അദ്ദേഹത്തെ സമീപിച്ച കാര്യം. പക്ഷേ ബി ഉണ്ണികൃഷ്ണനോട് അവർ തേടുന്നത്, അവർ അന്വേഷിക്കുന്നത് ട്രേഡ് യൂണിയൻ രൂപീകരണത്തിന് ആവശ്യമായ കാര്യങ്ങളാണ്. ഫെഫ്ക എന്ന് പറയുന്ന ട്രേഡ് യൂണിയനുമായി അഫിലിയേറ്റ് ചെയ്യാൻ കഴിയുമോ എന്നതടക്കമുള്ള കാര്യങ്ങളാണ്. ബി ഉണ്ണികൃഷ്ണൻ തന്നെ നമ്മളോട് അല്പസമയം മുമ്പ് പറഞ്ഞത്. അദ്ദേഹം കൊടുത്ത മറുപടി എന്തായാലും അതിൻ്റെ ബാക്കി കാര്യങ്ങൾ നടക്കട്ടെ. ഇത്തരത്തിൽ ഫെഫ്കയുടെ ബൈലോ പ്രകാരം, ഫെഫ്കയുടെ ചട്ടക്കൂട് പ്രകാരമുള്ള ട്രേഡ് യൂണിയൻ ആണെങ്കിൽ അതിൻ്റെ അഫിലിയേഷനെ കുറിച്ച് ആ സമയത്താണ് ആലോചന. ഇപ്പോൾ അങ്ങനെ ആലോചനയില്ല. ആ സമയത്ത് ഇവരുടെ ജനറൽ ബോഡിയൊക്കെ ചേർന്ന് മാത്രമേ അത്തരത്തിലൊരു ആലോചന, ഒരു തീരുമാനത്തിലേക്ക് എത്താൻ കഴിയൂ എന്നുള്ള കാര്യം ബി ഉണ്ണികൃഷ്ണൻ സിബി മലയിൽ നമ്മളോട് പറയുന്നുണ്ടായിരുന്നു. എന്നതുകൊണ്ട് ആ താരങ്ങളുടെ ആലോചന അവസാനിക്കുക എന്ന അർത്ഥം അതിലില്ല. അവർ ട്രേഡ് യൂണിയൻ ആക്കാനുള്ള പ്രൊസീജിയറിൽ കൂടി മുന്നോട്ടേക്ക് പോകുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. അത് ഒരുപക്ഷെ വിപ്ലവകരമായ തീരുമാനം എന്ന് തന്നെ പറയാം. നേരത്തെ ശ്രീമതി ഗായത്രി വർഷ പറയുന്നുണ്ടായിരുന്നു, ഇപ്പോഴല്ല എപ്പോഴോ ഉണ്ടാവേണ്ട തീരുമാനമാണ്. ഇപ്പോൾ ഇതര സംസ്ഥാനങ്ങളിലൊക്കെ അത്തരത്തിൽ ആ മോഡൽ യൂണിയൻ ഉള്ള സാഹചര്യത്തിൽ എന്നോ ഉണ്ടാവേണ്ട തീരുമാനമായിരുന്നു, ഇപ്പോഴെങ്കിലും ഉണ്ടാവുന്നു എന്ന കാര്യം നല്ല കാര്യമാണ് എന്ന് ഗായത്രി വർഷ പറയുന്നുണ്ട്. ശ്രീകാന്ത് ചേർന്നു. ശ്രീകാന്ത്, ഈ പറഞ്ഞ 20ഓളം താരങ്ങളിൽ ഏതൊക്കെ താരങ്ങളാണ്? അമ്മയിൽ ആ വിയോജിപ്പ് അറിയിച്ച താരങ്ങളുണ്ടോ, അല്ലെങ്കിൽ പ്രധാനപ്പെട്ട താരങ്ങളുണ്ടോ? അവരുടെ മുന്നോട്ടുള്ള പോക്ക് എങ്ങനെയാണ്? അതിൻ്റെ പ്രൊസീജിയറൽ നടപടികൾ അവർ തുടങ്ങിയിട്ടുണ്ടോ? തുടങ്ങിയ കാര്യങ്ങളിൽ വ്യക്തതയുണ്ടോ ശ്രീകാന്ത്? രണ്ട് കാര്യങ്ങൾ അതിനു മുൻപായി ഇക്കാര്യത്തിൽ പറയേണ്ടതുണ്ട് ഹാഷ്മി. ഏറ്റവും പ്രധാനപ്പെട്ടതും ഒന്നാമത്തേതും, ഫെഫ്കയ്ക്ക് ഇതിനോട് അത്ര താല്പര്യമുണ്ടോ ഇല്ലയോ എന്നൊരു ചോദ്യം നേരത്തെ ഹാഷ്മി തന്നെ പറഞ്ഞിരുന്നു. ഫെഫ്കയുടെ ഇപ്പോഴത്തെ ഈ നിലപാട് കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, ഇപ്പോഴത്തെ ചൂട് ഒന്ന് കഴിഞ്ഞാൽ ഒരു പക്ഷേ ഇവരുടെ ഈ നീക്കം അത് തണുത്തു പോകാൻ സാധ്യതയുണ്ട് എന്നാണ് അവർ പ്രതീക്ഷിക്കുന്നത്. അത് പരമാവധി നീട്ടിക്കൊണ്ടു പോവുക എന്നുള്ള നിലപാട് ഫെഫ്കയ്ക്ക് ഉണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. അതാണ് അവരുടെ ഫെഫ്ക നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്നുള്ള പ്രതികരണം കാണുമ്പോൾ മനസ്സിലാകുന്നത്. രണ്ടാമത്തെ കാര്യം, നേരത്തെ മാക്ട സാംസ്കാരിക സംഘടനയായി നിലനിൽക്കുകയും ഫെഫ്ക ഒരു ട്രേഡ് യൂണിയനായി രൂപീകരിക്കുകയും ചെയ്തതുപോലെ കണ്ടാൽ മതി എന്ന് ബി ഉണ്ണികൃഷ്ണനും സിബി മലയിലും പറഞ്ഞിരുന്നു നമ്മളോട് അല്പസമയം മുമ്പ്. പക്ഷേ അങ്ങനെ കാണാൻ കഴിയില്ല ഇപ്പോഴത്തെ ഈ നീക്കത്തെ. ഇതൊരു പിളർപ്പ് തന്നെയാണ്, അക്കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അത് ബി ഉണ്ണികൃഷ്ണനും സിബി മലയിലിനും മനസ്സിലായിട്ടില്ല എങ്കിലും അത് ആ പണിക്ക് ഇറങ്ങിയ താരങ്ങൾക്ക് അത് കൃത്യമായ ധാരണയുണ്ട്. തങ്ങൾ എന്താണ് നിതിൻ അംബുജനൊപ്പം ബി ഉണ്ണികൃഷ്ണൻ ചേർന്നുണ്ട്. നിതിൻ, ഇത്തരത്തിലൊരു ട്രേഡ് യൂണിയൻ ആക്കുന്നതിനെ ഫെഫ്ക 100% ഹൃദയാത്മന സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങൾ ചോദിക്കും. ഹാഷ്മി, തീർച്ചയായും ഇപ്പോൾ ഫെഫ്കയുടെ ജനറൽ സെക്രട്ടറി ബി ഉണ്ണികൃഷ്ണൻ 24 ഒപ്പം ചേരുകയാണ്. ഇങ്ങനൊരു ട്രേഡ് യൂണിയൻ സ്വഭാവത്തിലേക്ക് പോകുമ്പോൾ അതിനെ ഫെഫ്ക 100% പിന്തുണയ്ക്കുന്നുണ്ടോ? ഏത് തൊഴിൽ മേഖലയിലും ട്രേഡ് യൂണിയൻ വരുന്നത് നല്ലതല്ലേ? തീർച്ചയായിട്ടും അഭിനേതാക്കൾക്കൊരു ട്രേഡ് യൂണിയൻ ഉണ്ടാകുന്ന സങ്കല്പം വളരെ നല്ല കാര്യമാണ്. അതിനുള്ള ചർച്ചകൾ പല ഘട്ടങ്ങളിലായിട്ട് നടന്നിട്ടുമുണ്ട്. ഇപ്പോൾ മാത്രമല്ല, മുമ്പും നടന്നിട്ടുണ്ട്.
ഗൗരവമേറിയ ചർച്ചകൾ നടന്നിട്ടുണ്ട്. ഇത് എത്രത്തോളം ഫലപ്രാപ്തിയിലേക്ക് എത്തുന്നതാണെന്ന് ഞങ്ങൾക്കറിയില്ല. തീർച്ചയായിട്ടും ഒരു ട്രേഡ് യൂണിയൻ ഫെഡറേഷൻ എന്ന നിലയിൽ പുതിയൊരു ട്രേഡ് യൂണിയൻ പ്രവർത്തനം ആരംഭിക്കുന്ന ഒരു തൊഴിൽ മേഖലയിൽ നിന്നുള്ളത് ഞങ്ങൾ സ്വാഗതം ചെയ്യുന്ന ഒരു സംഗതിയാണ്. അവർ പ്രധാനമായിട്ടും ഒരു ട്രേഡ് യൂണിയൻ രൂപീകരിച്ച് എങ്ങനെയാണ് മുമ്പോട്ട് പോകേണ്ടത്, അതിൻ്റെ പ്രവർത്തനങ്ങൾ എவ்விധമായിരിക്കണം, എന്തൊക്കെയായിരിക്കാം അത് നേരിടുന്ന വെല്ലുവിളികൾ, ഇങ്ങനെ തുടങ്ങിയ കാര്യങ്ങൾ 2008 മുതൽ ഇതിൽ പ്രവർത്തിക്കുന്ന ഒരാളെന്ന നിലയിൽ എന്നോട് ചർച്ച ചെയ്തതാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഘട്ടത്തിലാണ് അവർ ഫെഫ്കയിൽ ഈ ട്രേഡ് യൂണിയൻ അഫിലിയേറ്റ് ചെയ്യുന്ന സാധ്യതകൾ ചോദിച്ചാൽ ആ സാധ്യതകളില്ല എന്ന് ഞാൻ അവരോട് പറയുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോഴത്തെ അന്തരീക്ഷം നമുക്കറിയാം, അമ്മ സംഘടന അത് പിരിച്ചുവിട്ടു, അതിനുശേഷം ഇപ്പോൾ വലിയ വിവാദങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ ഒരു ട്രേഡ് യൂണിയൻ സ്വഭാവത്തിലേക്ക് സ്വാഭാവികമായിട്ട് ഒരു പിളർപ്പിലേക്ക് തന്നെയല്ലേ അമ്മ സംഘടന മാറിയിരിക്കുന്നത്? ഒരിക്കലുമല്ല. കാരണം അമ്മ എന്ന് പറയുന്നത് ഒരു വേറൊരു തരത്തിലുള്ള സംഘടനയാണ്. അതൊരു നോൺ ട്രേഡ് യൂണിയനാണ്. ചാരിറ്റബിൾ സൊസൈറ്റി ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്തിട്ടുള്ള സംഘടനയാണ്. ഞങ്ങളുടെ മാക്ട അങ്ങനെയുള്ള സംഘടനയാണ്. ഞാൻ മാക്ടയിൽ അംഗമാണ്. അപ്പോൾ അത്തരത്തിലുള്ള സംഘടനകളിൽ എത്ര സംഘടനകളിൽ അംഗങ്ങളായാലും നിങ്ങൾക്കൊരു ട്രേഡ് യൂണിയനിൽ അംഗമാകുന്നതിന് ബുദ്ധിമുട്ടില്ല. ഒന്നിൽ കൂടുതൽ ട്രേഡ് യൂണിയനിൽ ഒരേ തൊഴിൽ മേഖലയിൽ അംഗം ആകുമ്പോഴാണ് പ്രശ്നമുണ്ടാകുക. അപ്പോൾ അതിനൊരു പിളർപ്പായേ കാണേണ്ടതില്ല. ആ സംഘടനയെ അതേപടി തന്നെ നിലനിർത്തിക്കൊണ്ട് അതിൻ്റെ പ്രവർത്തനങ്ങൾ, നിർവചിക്കപ്പെട്ട പ്രവർത്തനങ്ങളുമായി അതിന് മുമ്പോട്ട് പോകാം. മറ്റൊരു തൊഴിലാളി സംഘടനയ്ക്ക് സ്വതന്ത്രമായി പ്രവർത്തിക്കുകയും ചെയ്യാം. അതിനെന്താ ബുദ്ധിമുട്ടുള്ളത്? ഈ അവകാശ പോരാട്ടത്തിനൊക്കെ ഒരു ട്രേഡ് യൂണിയൻ സ്വഭാവത്തിലൊരു സംഘടന നല്ലതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത് മലയാള സിനിമയിൽ എത്രത്തോളം ഗുണകരമാകും? അത് നല്ല രീതിയിൽ ഗുണകരമാവും എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അവകാശങ്ങളെക്കുറിച്ചുള്ള ഒരു തിരിച്ചറിവ് ഉണ്ടാവും, ഒരു വർഗബോധം ഉണ്ടാവും. ഒരു പ്രശ്നം നമ്മുടെ മുമ്പിലേക്ക് വരുമ്പോൾ എങ്ങനെ വേണം അതിനെ കൈകാര്യം ചെയ്യാന്നുള്ളതിനെക്കുറിച്ച് വളരെ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു പ്രതികരണ സ്വഭാവം ആ സംഘടനയ്ക്കുണ്ടാവും. വിവിധ തലങ്ങളിലുള്ള ചർച്ചകളുണ്ടാവും, ആശയ രൂപീകരണം ഉണ്ടാവും. അല്ലെങ്കിൽ ഒരാൾ ഒരു സ്ഥലത്ത് നിന്ന് സംസാരിച്ചു, മറ്റൊരാൾ വേറൊരു സ്ഥലത്ത് നിന്ന് സംസാരിച്ചു എന്നുള്ള രീതിയിൽ ചിതറപ്പെടുകയില്ല അഭിപ്രായങ്ങൾ എന്ന് പറയുന്നത്. ഒരു സംഘടനയുടെ അകത്ത് തന്നെ സംസാരിച്ച് ഭിന്നതകൾ അവിടെ പറഞ്ഞ് വളരെ കൃത്യമായിട്ടുള്ള ഒരു കോമൺ നിലപാടിലേക്ക് എത്തിച്ചേരുന്നു. അതാണല്ലോ ട്രേഡ് യൂണിയൻ്റെ സ്വഭാവം. അത് വളരെ നല്ലതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. നേരത്തെ തന്നെ അമ്മ സംഘടന വ്യക്തമാക്കിയത് ഒരു സാംസ്കാരിക സംഘടനയാണ്, അല്ലാതെ ട്രേഡ് യൂണിയൻ അല്ലാതാണ്. പക്ഷേ ഇപ്പോഴത്തെ ഒരു അന്തരീക്ഷം നമുക്കറിയാം, ഇത് തന്നെയല്ലേ ഈ ട്രേഡ് യൂണിയൻ സ്വഭാവത്തിലേക്ക് സംഘടനയെ പോകാൻ കാരണമായിട്ട്? അല്ല, ഞാൻ നിങ്ങളോട് സൂചിപ്പിച്ച പോലെ വളരെ നാളുകൾക്ക് മുമ്പേ ഈ സംസാരത്തിൻ്റെ എനിക്ക് അത്തരം സംസാരങ്ങളിൽ ഞാൻ സാക്ഷിയായിട്ടുണ്ട്. ഒന്നും വേണ്ട, ബഹുമാനപ്പെട്ട ശ്രീ മമ്മൂട്ടി എത്രയോ തവണ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, പല വേദികളിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, ട്രേഡ് യൂണിയൻ ആക്ടേഴ്സിന് വളരെ നല്ലതാണ്. ഇപ്പോൾ മുംബൈ ഹിന്ദി സിനിമയിലെ നടീനടന്മാരുടെ സംഘടന ട്രേഡ് യൂണിയനാണ്, അവിടുത്തെ ഫെഡറേഷനിൽ അഫിലിയേറ്റഡ് ആണ്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു സംസാരം ഇപ്പോൾ പിന്നെയും അത് തുടങ്ങുന്നതിന് കാരണം ഒരു പക്ഷേ ഇപ്പോൾ നേരിടുന്ന ഈ ഒരു ക്രൈസിസ് ആവാം. ഇഫ് അറ്റ് ഓൾ ദാറ്റ് ഇസ് എ ക്രൈസിസ്. അതിൽ നിന്ന് അവർക്ക് തീർച്ചയായിട്ടും പുതിയൊരു ട്രേഡ് യൂണിയൻ സ്വഭാവത്തിലുള്ളൊരു സംഘടനയ്ക്ക് കുറച്ചുകൂടി പ്രസക്തി ഉണ്ടെന്നും അവർക്ക് തോന്നാം. പക്ഷേ അത് പ്രായോഗിക തലത്തിൽ കൊണ്ടുവരുന്നതിനകത്ത് നല്ല രീതിയിലുള്ള അധ്വാനം ആവശ്യമുണ്ട്. ഒരു ട്രേഡ് യൂണിയൻ രൂപപ്പെടുത്തി അത് ക്രമപ്പെടുത്തി അതിനെ പ്രവർത്തനക്ഷമമാക്കുക എന്ന് പറയുന്നത് നല്ല ഒരു ഹൈ ലെവൽ ഓഫ് കമ്മിറ്റ്മെൻറ്റ് വേണ്ട കാര്യമാണ്. അത് എത്രത്തോളം അവരുടെ തൊഴിലിൻ്റെ പ്രത്യേകത വെച്ച് അവർക്ക് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ഏത് ഘട്ടത്തിലേക്ക് അതിൻ്റെ നടപടികൾ കടന്നു? അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഫെഫ്കയെ അറിയിച്ചോ അവർ? എനിക്കറിയില്ല. ഞങ്ങളോട് ഈ ആദ്യഘട്ടത്തിൽ ഇത്തരം കാര്യങ്ങൾ അവർ ചോദിച്ചറിഞ്ഞു എന്നല്ലാതെ ഞങ്ങളത് ഫോളോ അപ്പ് ചെയ്യുന്നില്ല. കാരണം ഞങ്ങൾക്ക് അങ്ങനെ ഒരു സംഘടനയെ ഇപ്പോൾ അഫിലിയേറ്റ് ചെയ്യുന്നതിൽ ഞങ്ങൾക്ക് പരിമിതികളുണ്ട്. കാരണം ഫെഫ്കയ്ക്ക് ഇപ്പോൾ 21 തൊഴിലാളി സംഘടനകളുണ്ട്. ഏറ്റവും ഒടുവിലായി ഫെഫ്കയിലേക്ക് അഫിലിയേറ്റ് ചെയ്യപ്പെട്ട സംഘടനകളിലൊന്ന് ടെലിവിഷൻ രംഗത്തുള്ള ഞങ്ങളുടെ സംഘടനയാണ്. ആ സംഘടന ഫോം ചെയ്ത് ഫെഫ്കയുടെ ഭാഗമാകുന്നതിന് ഏതാണ്ട് 1.5 വർഷം നീണ്ടു നിന്ന ചർച്ചയ്ക്ക് ശേഷമാണ് ഞങ്ങളത് ചെയ്തത്. അപ്പോൾ ഞങ്ങൾക്ക് അങ്ങനെ പെട്ടെന്ന് ചെയ്യാൻ പറ്റില്ല. ഞങ്ങൾക്കൊരു ജനറൽ കൗൺസിലുണ്ട്, അത് ജനറൽ കൗൺസിലൊക്കെയാണ് അത് തീരുമാനിക്കുന്നത്. ബൈലോ പ്രകാരം ഒരു ട്രേഡ് യൂണിയനെ രൂപീകരിച്ച് ഫെഫ്കയെ സമീപിച്ചാൽ സ്വാഗതം ചെയ്യും? ഇല്ല, അത് എനിക്ക് ഒറ്റയ്ക്ക് പറയാനേ സാധിക്കില്ല. കാരണം അത് ജനറൽ കൗൺസിലാണ് തീരുമാനിക്കേണ്ടത്. തന്നെയല്ല, അതൊരു വളരെ വലിയ ഉത്തരവാദിത്വം നമ്മളിലേക്ക് തരുന്ന ഒരു പ്രവർത്തന മേഖലയാണ്. അത് വളരെ ആലോചിച്ച ശേഷമേ എടുക്കുള്ളൂ. ഉടനടി എന്തായാലും സാധ്യമല്ല. ഏതൊക്കെ നടന്മാരാണ് ഇതുമായി ബന്ധപ്പെട്ട് ഫെഫ്കയെ സമീപിച്ചെന്ന് പേര് വെളിപ്പെടുത്താൻ കഴിയുമോ? ഒരിക്കലും കഴിയില്ലല്ലോ. എന്നോട് ചർച്ച ചെയ്യുന്ന ഒരാളുടെ സ്വകാര്യതയെ ഞാൻ മാനിക്കണ്ടേ? എന്തായാലും താരങ്ങൾ സമീപിച്ചു. ഇനിയുള്ള നടപടികൾ അത് തുടർ നടപടികളിൽ അതിനെ ജനറൽ കൗൺസിൽ തീരുമാനിക്കുമെന്നാണ് അദ്ദേഹം ഇപ്പോൾ വ്യക്തമാക്കിയത്. എന്തായാലും ഇതൊരു പിളർപ്പിലേക്കല്ല, മറിച്ച് ഒരു ട്രേഡ് യൂണിയൻ സ്വഭാവത്തിലൊരു സംഘടന മലയാള സിനിമയിൽ നല്ലതാണ്. അതിന്റെ അടിസ്ഥാനത്തിലൊരു സംഘടന ചർച്ചകളാണ് കഴിഞ്ഞ ഏതാനും നാളുകളായി തന്നിലേക്ക് വന്നതെന്നാണ് ഇപ്പോൾ ബി ഉണ്ണികൃഷ്ണൻ 24 വ്യക്തമാക്കിയിരിക്കുന്നത്. ഹാഷ്മി, നിതിൻ അംബുജൻ, ബി ഉണ്ണികൃഷ്ണൻ സംസാരിക്കുകയായിരുന്നു. അതിനിടയിൽ വരുന്ന മറ്റൊരു വാർത്ത, സംവിധായകൻ വിനയൻ ഹൈക്കോടതിയിൽ സിനിമാ നയരൂപീകരണ സമിതിയിൽ നിന്ന് ബി ഉണ്ണികൃഷ്ണനെ മാറ്റണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പോയിട്ടുണ്ട്. പക്ഷേ ഇതിനോടകം തന്നെ
സ്വയം പിന്മാറുകയാണ് എന്ന് ബി ഉണ്ണികൃഷ്ണൻ നേരത്തെ നമ്മോട് എന്താണ് അതിന് കാരണം എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അത് ഈ ഹർജി മുൻകൂട്ടി കണ്ടോണം. എന്തായാലും ഇപ്പോൾ ട്രേഡ് യൂണിയനെ സ്വാഗതം ചെയ്തു എന്ന് പറയുമ്പോൾ പോലും ബി ഉണ്ണികൃഷ്ണൻ പറയുന്ന കാര്യങ്ങൾ, ഒന്ന്, ഏതായാലും ഇപ്പോൾ ഫെഫ്കയിൽ അഫിലിയേഷൻ നൽകാൻ കഴിയില്ല. 2, അമ്മയിൽ ഒരു പിളർപ്പല്ല എന്ന്, അമ്മയിൽ പിളർപ്പില്ല എന്ന് സ്ഥാപിക്കാൻ എന്തിനാണ് ബി ഉണ്ണികൃഷ്ണൻ ശ്രമിക്കുന്നത് മനസ്സിലാവുന്നില്ല. 3, ഈ തൊഴിലാളി കമ്മിറ്റ്മെൻ്റ് ഒക്കെ വെക്കുമ്പോഴേക്കും ഈ അംഗങ്ങൾക്ക് ട്രേഡ് യൂണിയൻ പ്രവർത്തനം എത്രത്തോളം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും എന്നൊക്കെയുള്ള എന്താണ് നേരത്തെയുള്ള ആശങ്കകൾ ഇപ്പോൾ തന്നെ ബി ഉണ്ണികൃഷ്ണൻ പങ്കുവെക്കുകയാണ്. എന്തുകൊണ്ടാണ് അതിനെ പിന്തുണയ്ക്കുന്നു എന്ന് പറയുമ്പോൾ പോലും ഒരു ഇഷ്ടമില്ലായ്മ വാക്കുകൾ പ്രകടിപ്പിക്കുന്നത് എന്ന കാര്യം വ്യക്തമാകുന്നുമില്ല.